ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹ്ളായ ഫള് കൊണ്ട്, അവന്റെ അമ്പിയാക്കന്മാരുടെയും ഔലിയാഇന്റെയും ബറക്കത്ത് കൊണ്ട്, റബ്ബ് സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ബറക്കത്ത് കൊണ്ട് ഇരു ലോകത്തും നമുക്ക് സലാമത്തും ഇസ്സത്തും നൽകട്ടെ. നമ്മുടെ ക്ലാസ് റൂമിൽ ഇതുവരെ നടന്നത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിനെ കുറിച്ചുള്ള അനുസ്മരണം, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ കുറിച്ച് പറയുക, സ്വാലിഹീങ്ങളെ കുറിച്ച് പറയുക, വളരെ പുണ്യമുള്ള ഇബാദത്തായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സ്വാലിഹീങ്ങളെ കുറിച്ച് പറയൽ കഫാറത്താകുന്നു എന്ന്, ദോഷങ്ങൾ പൊറുപ്പിക്കുന്ന കാര്യമാകുന്നു എന്ന്. ഏതായിരുന്നാലും നമ്മുടെ റൂമിലെ ധാരാളം ആളുകൾക്ക് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ കുറിച്ച് പറയണമെന്നും അങ്ങനെയുള്ള സദസ്സുകളിൽ പങ്കെടുക്കണമെന്നും അവരുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും എല്ലാം പങ്കുവെക്കണമെന്നുമെല്ലാം താല്പര്യമുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയാവതരണത്തിന് ശേഷം ചർച്ചയിൽ നമുക്കതെല്ലാം ചെയ്യാവുന്നതാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഏതായിരുന്നാലും നമ്മുടെ ഈ ആദർശ ചർച്ചയ്ക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ കുറിച്ച് രണ്ടു വാക്ക് അനുസ്മരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ബറക്കത്തിന് കാരണമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ചില ഹദീസുകളാണ് നമുക്ക് ഓർമ്മയിൽ വരുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് ഇപ്രകാരം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇദാ റഅയ്തുമുൽ അബ്ദ, നിങ്ങൾ ഒരു അടിമയെ കണ്ടു, യുഅ്താ സുഹദൻ ഫിദ്ദുനിയ, ദുനിയാവിൽ സുഹദ് നൽകപ്പെട്ട ഒരു അടിമയെ നിങ്ങൾ കണ്ടാൽ, വഖില്ലത മന്തിഖിൻ, സംസാരം വളരെ കുറച്ചു മാത്രമേ സംസാരിക്കൂ, വളരെ കുറച്ചു മാത്രം സംസാരിക്കുന്ന, ആരോടും സംസാരിക്കാൻ താല്പര്യം കാണിക്കാത്ത, ദുനിയാവിൽ സുഹദ് നൽകപ്പെട്ട ഒരു അടിമയെ നിങ്ങൾ കണ്ടാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫഖ്തരിബൂ മിൻഹു, അങ്ങനെയുള്ള ആളുകളോട് നിങ്ങൾ അടുക്കണേ. അവരുടെ സാമീപ്യം ആഗ്രഹിച്ചുകൊണ്ട് അവരോട് നിങ്ങൾ അടുപ്പം പുലർത്തണം. ഫഇന്നഹു യുൽഖൽ ഹിക്മ, കാരണം അല്ലാഹു തആല ഹിക്മത്ത് നൽകപ്പെട്ട ആളുകളാണവർ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ ഹദീസിന്റെ തനി പൂർത്തീകരണമാണ് ബഹുമാനപ്പെട്ട തൃപ്പനി ഉസ്താദിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയുന്നു, ഇദാ റഅയ്തുമുൽ അബ്ദ, നിങ്ങൾ ഒരു അടിമയെ കണ്ടു, യുഅ്താ സുഹദൻ ഫിദ്ദുനിയ, രണ്ട് കാര്യങ്ങളാണ് നബി തങ്ങൾ ഈ ഹദീസിൽ പറയുന്നത്. ഒന്ന്, ദുനിയാവിൽ സുഹദിന് നൽകപ്പെട്ടു, ദുനിയാവിനോട് യാതൊരു താല്പര്യവുമില്ലാതെ ദുനിയാവിന്റെ ആഡംബരങ്ങളിൽ നിന്നും ദുനിയാവിന്റെ സുഖങ്ങളിൽ നിന്നെല്ലാം തന്നെ ഒഴിവായിക്കൊണ്ട് സുഹദ്, പരിപൂർണമായി സുഹദ് നൽകപ്പെട്ട ഒരു അടിമ. വഖില്ലത മന്തിഖിൻ, ജനങ്ങളോട് സംസാരിക്കലിനെ വെറുക്കുന്ന, ആളുകളോട് ഇടപെടലിനെ വെറുക്കുന്ന, ആരോടും സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഈ രണ്ട് സ്വഭാവമുള്ള ഒരു അടിമയെ നിങ്ങൾ കണ്ടാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫഖ്തരിബൂ മിൻഹു, അങ്ങനെയുള്ള ആളുകളോട് നിങ്ങൾ അടുക്കുക. ഫഇന്നഹു യുൽഖൽ ഹിക്മ, കാരണം അവർ ഹിക്മത്ത് നൽകപ്പെട്ട അബ്ദാണ്, മുഅ്മിനാണ്. ഹിക്മത്ത് നൽകപ്പെട്ടാൽ അവർക്ക് ഖൈറുൻ കസീർ നൽകപ്പെട്ടിരിക്കുന്നു എന്നാണല്ലോ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ ഈ ഹദീസും ഇതുപോലെയുള്ള ഹദീസുകളും എല്ലാം തന്നെ നമ്മുടെ അനുസ്മരണ ചർച്ചയിലും പ്രഭാഷണങ്ങളിലുമെല്ലാം ഒരുപക്ഷെ നമ്മുടെ ഉസ്താദുമാർ ഉദ്ധരിച്ചിരിക്കും. എന്നാലും ബഹുമാനപ്പെട്ട ഉസ്താദിനെ കുറിച്ചുള്ള ഒരു ബറക്കത്ത് ലഭിക്കുന്നതിന് വേണ്ടി മാത്രം ഞാൻ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ രണ്ട് ഗുണങ്ങളും പരിപൂർണമായും ബഹുമാനപ്പെട്ട ഉസ്താദ് നമുക്ക് കാണാൻ കഴിയുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദിന് ദുനിയാവ് സമ്പാദിക്കുകയാണെങ്കിൽ ധാരാളം സമ്പാദിക്കാമായിരുന്നു. കാരണം ആയിരക്കണക്കിന് ആളുകൾ, സമ്പന്നരായ ആളുകൾ, എല്ലാം കൊണ്ടും സൗകര്യങ്ങളും എല്ലാ നിലക്കുമുള്ള കാര്യങ്ങളുമുള്ള ആളുകൾ ബഹുമാനപ്പെട്ട ഉസ്താദിനെ കാണാൻ വരുമ്പോൾ അവരോട് തനിക്കാവശ്യമുള്ള എന്തെങ്കിലും ഭൗതികമായ വിഷയങ്ങൾക്ക് ഒന്ന് സൂചന നൽകുകയാണെങ്കിൽ ആ ആളുകളൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ താല്പര്യം പരിഗണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും. പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യത്തിലും ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ആളുകളെ കാണുമ്പോൾ
അവരിൽ നിന്നെല്ലാം തന്നെ ഓടി ഒളിക്കുന്ന, അവരെ തൊട്ടെല്ലാം വിട്ടു നിൽക്കുന്ന, ദുനിയാവുമായി യാതൊരു ബന്ധവും, വെറും സംസാരത്തിലോ പ്രസംഗത്തിലോ മാത്രമല്ല ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ സുഹൃദ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ സുഹൃദ്, ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഫുൾ ജീവിതത്തിൽ പരിപൂർണമായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ദുനിയാവുമായി യാതൊരു ബന്ധവുമില്ലാതെ, ദുനിയാവിന്റെ ആളുകളുമായി യാതൊരു ബന്ധവുമില്ലാതെ, ദുനിയാവിന്റെ ആഡംബരങ്ങളും സൗകര്യങ്ങളും എന്തെല്ലാമുണ്ടോ അത് പരിപൂർണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ രണ്ട് സ്വഭാവങ്ങളുമുള്ള ആളുകളാണെങ്കിൽ ഫഇന്നഹു യുൽഖൽ ഹിക്മ, ഹിക്മത്ത് നൽകപ്പെട്ടവരാകുന്നു എന്ന് നബി തങ്ങൾ പറയുകയാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസ് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസിനെ ഉദ്ധരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൻ നൂറ ഇദാ ദഖല സദ്റ, ഈമാനിന്റെ പ്രകാശം ഒരു അടിമയുടെ ഹൃദയത്തിൽ പ്രവേശിച്ചാൽ ആ ഹൃദയം അത് വിശാലമാകും. ഈമാനിന്റെ പ്രകാശം വിശാലമാകും. ഇത് നബി തങ്ങൾ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സഹാബിമാർ നബി തങ്ങളോട് ചോദിച്ചു, അല്ല, ഈമാനിന്റെ നൂറ് ഒരു അടിമയുടെ ഹൃദയത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വല്ല അടയാളവുമുണ്ടോ പ്രവാചകരെന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഈമാൻ പ്രവേശിച്ചിട്ടുണ്ട് എന്ന്, നൂറ് പ്രവേശിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാനുള്ള അടയാളം അത്തജാഫി മിൻ ദാരിൽ ഖുറൂർ വൽ ഇനാബത്തു ഇലാ ദാരിൽ ഖുലൂദ് വൽ ഇസ്തിഅദാദു ലിൽ മൗതി ഖബല നുസൂലിഹി. ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയുകയാണ്, അത്തജാഫി മിൻ ദാരിൽ ഖുറൂർ, ദുനിയാവിനെ തൊട്ടുള്ള അകൽച്ച, ദുനിയാവിനെ തൊട്ടും ദുനിയാവിന്റെ ആളുകളെ തൊട്ടുമുള്ള അകൽച്ച, വൽ ഇനാബത്തു ഇലാ ദാരിൽ ഖുലൂദ്, വെറും ആഖിറത്തിന് വേണ്ടി മാത്രമുള്ള ജീവിതം, വൽ ഇനാബത്തു ഇലാ ദാരിൽ ഖുലൂദ്, വെറും ആഖിറത്തിന് വേണ്ടി മാത്രമുള്ള ജീവിതം, വൽ ഇസ്തിഅദാദു ലിൽ മൗതി ഖബല നുസൂലിഹി, മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്. ഇത് ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ സർവ്വ ഔലിയാക്കന്മാരിലും സ്വാലിഹീങ്ങളിലും നമുക്ക് ഈ സ്വഭാവങ്ങളെല്ലാം തന്നെ കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ജീവിതം, ബഹുമാനപ്പെട്ട ഉസ്താദിനെ പരിചയമുള്ളവർക്കറിയാം, പരിപൂർണമായും ഈ ഹദീസുകളിലെല്ലാം പറഞ്ഞ എല്ലാ ഗുണങ്ങളും എല്ലാ നിലക്കും ഒത്തുകൂടിയ ഒരു മഹാനാണ്. സൗണ്ട് ക്ലിയർ ആണോ? ഹലോ. ഇങ്ങനെയുള്ള ആരിഫീങ്ങളും ഔലിയാക്കന്മാരുമെല്ലാം നമ്മുടെ കൂടെയാണുള്ളത്. ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉലമാഇനെ അംഗീകരിച്ചും ബഹുമാനിച്ചുമാണ് അവരൊക്കെ ജീവിച്ചിട്ടുള്ളത്. മാത്രമല്ല നമ്മുടെ ഉലമാക്കൾ, നമ്മുടെ ആലിമീങ്ങളെല്ലാം, നമ്മുടെ അനുസ്മരണ പ്രഭാഷണങ്ങളെല്ലാം നിങ്ങൾ കേട്ടല്ലോ, നമ്മുടെ ആലിമീങ്ങളെല്ലാം അവരെ ബഹുമാനിച്ചുകൊണ്ടുമാണ്. മറിച്ച് തങ്ങളുടെ ഗ്രൂപ്പിനെ, തങ്ങളുടെ ആളുകൾക്ക് ഒത്താശ പാടാത്ത ആളുകളെ, അതിന് ഒരു ഒപ്പിച്ചു നിൽക്കാത്ത ആളുകളെ കുറിച്ച് മോശമായി കൊണ്ട് ചിത്രീകരിക്കുന്ന രീതിയാണല്ലോ ചില ആളുകൾക്കെല്ലാം ഇവിടെയുള്ളത്. നമുക്കിവിടെ സമാധാനിക്കുവാനുള്ളത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീഅത്തുൽ ഉലമായുടെ ആലിമീങ്ങളുടെ കൂടെയാണ്. അതല്ലെങ്കിൽ അവരെ അംഗീകരിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടുമാണ് ബഹുമാനപ്പെട്ട തൃപ്പനച്ചി ഉസ്താദിനെ പോലെയുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരും ആരിഫീങ്ങളും നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോടുകൂടി, അവരെ ബഹുമാനിച്ചും ആദരിച്ചും നാം ദുനിയാവിൽ ജീവിച്ചതുപോലെ അവരോടുകൂടെയുള്ള മുസാഹബത്തും അവരോടുകൂടെ ഒന്നിച്ച് സ്വർഗത്തിൽ കഴിയുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ എന്ന് ആമുഖമായി കൊണ്ട് ഞാൻ ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് നാം സാധാരണ നടത്തിവരുന്ന ആദർശ പഠന ക്ലാസ്സിലാണ് നാം ഇപ്പോൾ ഒത്തുകൂടിയിട്ടുള്ളത്. തൗഹീദിന്റെ 4ാം ഭാഗമാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. ഇന്ന് തൗഹീദിന്റെ ഈ 4ാം ഭാഗം സംസാരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ച അബ്ദുൽ വദൂദ് നിസാമി ആനക്കരയാണ്. അദ്ദേഹം BHSS എന്ന ഐഡിയിൽ നിന്ന് സംസാരിക്കും. അതിനുശേഷം തൗഹീദ് സംബന്ധമായ, ആദർശ സംബന്ധമായ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ കുറിച്ചുള്ള, മശായിഖന്മാരെ കുറിച്ചുള്ള ചർച്ചകളും സംശയ നിവാരണങ്ങളും നമുക്ക് നടത്താം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മുമ്പ് അറിയിച്ചതുപോലെ കൃത്യം 1.5 മണിക്ക് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം എല്ലാ നിലക്കുമുള്ള ഖൈറിനും എല്ലാ നിലക്കുമുള്ള സലാഹിയത്തിനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് വിഷയാവതരണം കഴിഞ്ഞുകൊണ്ട് വിശാലമായ ചർച്ചയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട
കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ സഹൃദയരായ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യദീൻ മനസ്സിലാക്കുവാനും അതുൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനുമുള്ള മഹാഭാഗ്യം നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണസമയത്ത് കാമിലായ ഈമാനോടുകൂടി കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് സ്വർഗം കണ്ട് മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മറ്റു ബന്ധുമിത്രാദികർ എല്ലാവർക്കും മഹത്തായ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ തൗഹീദുമായി ബന്ധപ്പെട്ട 4ാമത്തെ ചർച്ചയിലാണ് നാം ഇന്നുള്ളത്. തൗഹീദ് എന്താണെന്നും ഷിർക്ക് എന്താണെന്നും തൗഹീദ് വിരുദ്ധ ആശയങ്ങളായ ഷിർക്കും കുഫ്റും വിശ്വാസത്തിൽ സംഭവിക്കുന്നത് എപ്പോഴാണെന്നുമൊക്കെ കഴിഞ്ഞ ക്ലാസുകളിൽ വളരെ വിശദമായി നാം ചർച്ച ചെയ്തിരുന്നു. മാത്രമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസി മരിച്ചുപോയ മഹാത്മാക്കളെ ബഹുമാനിക്കുന്നത് കാരണമായോ അതല്ലെങ്കിൽ അവരെ ആദരിക്കുന്നത് കാരണമായോ വിഷമഘട്ടത്തിൽ അവരോട് സഹായാർത്ഥന നടത്തുന്നത് കാരണമായോ അയാളെ മുശ്രിക്കായി ചിത്രീകരിക്കാൻ കഴിയുകയില്ല. തൗഹീദിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തുപോയ ആളാണ് എന്ന് അയാളെ മുദ്രകുത്താൻ പാടില്ല എന്നും ഈ രീതിയിലുള്ള സഹായാർത്ഥനയെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും നിലപാടെന്താണ് എന്നുമൊക്കെ വളരെ വ്യക്തമായിക്കൊണ്ട് കഴിഞ്ഞ ക്ലാസുകളിൽ നാം വിവരിക്കുകയുണ്ടായി. വന്യരായ ശ്രോതാക്കൾ വ്യക്തമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം തേടുന്നവരാണ് എന്ന കാരണം കൊണ്ട് തന്നെ വഹാബികൾ ഇന്ന് കേരളത്തിലെ സുന്നികളെ കടുത്ത മുശ്രിക്കീങ്ങളായി, മക്കാ മുശ്രിക്കീങ്ങളെക്കാൾ വലിയ മുശ്രിക്കീങ്ങളായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ രീതിയിൽ സുന്നികൾക്കെതിരിൽ ശിർക്കാരോപണം നടത്താൻ, മക്കാ മുശ്രിക്കീങ്ങൾക്കെതിരിൽ ഖുർആനിൽ അവതരിക്കപ്പെട്ട പല ആയത്തുകളെയും ദുർവ്യാഖ്യാനം ചെയ്യുകയും അവ സുന്നികൾക്കെതിരിൽ ആരോപിക്കുകയുമാണ് സാധാരണ വഹാബികൾ ചെയ്യാറുള്ളത്. എന്നാൽ കാഫിരീങ്ങൾക്കെതിരിൽ ഖുർആനിൽ അവതരിപ്പിക്കപ്പെട്ട ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്ത് സന്മാർഗികളായ സത്യവിശ്വാസികൾക്കെതിരിൽ ആരോപിക്കുക എന്ന ദുഷ്പ്രവർത്തനം, അത്തരം രീതിയിലുള്ള ദുഷ്ചെയ്തി ആദ്യമായി ചെയ്തത് ഇന്നത്തെ വഹാബികളുടെ മുൻഗാമികളെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഖവാരിജ് എന്ന പ്രസ്ഥാനമായിരുന്നുവെന്ന് ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബത്ത് വരെ ഷിറാറു ഖൽഖില്ല എന്ന് വിശേഷിപ്പിച്ചത്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സഹീഹിൽ രേഖപ്പെടുത്തുന്ന ഹദീസിൽ ഇപ്രകാരം നമുക്ക് വായിക്കാം: വകാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യറാഹും ഷിറാറ ഖൽഖില്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖവാരിജുകളെ കുറിച്ച് അഭിപ്രായപ്പെട്ടിരുന്നത് ഷിറാറു ഖൽഖില്ല എന്നാണ്. ജനങ്ങളിൽ വെച്ച്, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നികൃഷ്ടരും ഏറ്റവും മോശപ്പെട്ടവരുമാണ് ഖവാരിജ് എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇവരെ കുറിച്ച് അഭിപ്രായപ്പെട്ടിരുന്നത്. എന്തുകൊണ്ടാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ അഭിപ്രായപ്പെട്ടതെന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു: ഇന്നഹും ഇൻദലഖൂ ഇലാ ആയാത്തിൻ നസലത് ഫിൽ കുഫാരി ഫജഅലൂഹാ അലൽ മുഅ്മിനീൻ. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, ഇന്നത്തെ വഹാബികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ കാഫിരീങ്ങൾക്കെതിരിലിറങ്ങിയ ആയത്തുകളെ സച്ചരിതരായ മുഅ്മിനീങ്ങൾക്കെതിരിൽ ആരോപിക്കുക എന്ന ദുഷ്പ്രവർത്തനം ചെയ്തു എന്ന കാരണത്താലാണ് ഇവരെക്കുറിച്ച് ഷിറാറു ഖൽഖില്ല,
അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ട ആളുകളെന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശേഷിപ്പിച്ചത്. എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ വഹാബികളെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴും അവരെ കുറിച്ച് ചിന്തിക്കുമ്പോഴുമൊക്കെ ഇതേ ആശയത്തിലേക്ക് തന്നെയാണ് നാമും എത്തിപ്പെടുക. സച്ചരിതരായ മുസ്ലിം സമൂഹത്തെ കാഫിരീങ്ങളും മുശ്രിക്കീങ്ങളുമായി ചിത്രീകരിച്ചുകൊണ്ടാണല്ലോ ഇന്നത്തെ വഹാബികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഖവാരിജുകൾ കുഫാറുകൾക്കെതിരിൽ ഇറങ്ങിയ ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അക്കാലത്ത് ജീവിച്ചിരുന്ന സഹാബത്തിനെയും താബിഈങ്ങളെയും കാഫിരീങ്ങളായി ചിത്രീകരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ ഖവാരിജിന്റെ പിൻഗാമികളായി കടന്നുവന്ന വഹാബി പ്രസ്ഥാനം സഹാബത്തിന്റെയും താബിഈങ്ങളുടെയും പിന്മുറക്കാരായ സുന്നികളെ കുറിച്ച് മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം തേടുന്നവരാണ് സുന്നികളെന്ന കാരണം കൊണ്ട് തന്നെ ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് കടന്നു വരുന്നത്. എന്റെ പ്രിയമുള്ളവരെ, എന്നാൽ ഈ മരിച്ചവരോട് സഹായം ചോദിക്കാൻ പറ്റുമോ ഇല്ലോ എന്ന തർക്കത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോ, മരിച്ചവരോട് സഹായം ചോദിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന തർക്കം, ഇങ്ങനെ ഒരു തർക്കം മുസ്ലിം സമൂഹത്തിൽ മുമ്പുണ്ടായിരുന്നില്ല. ആദ്യമായി ഇത്തരം ഒരു തർക്കം ഉന്നയിച്ചത്, അഥവാ ഇസ്തിഗാസ ഹറാമാണെന്ന് വാദിച്ച് ആദ്യമായി രംഗപ്രവേശനം ചെയ്തത് ഹിജ്റ 8-ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞുപോയ ഇബ്നു തൈമിയയായിരുന്നുവെന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇത് ഞാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും സുന്നി പണ്ഡിതന്മാരോ ഇബ്നു തൈമിയയുടെ മേൽ ആരോപിക്കുന്ന വിഷയമല്ല. അദ്ദേഹം തന്നെ വളരെ വ്യക്തമായി കൊണ്ട് അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയ കാര്യമാണിത്. അദ്ദേഹമാണ് ആദ്യമായി മുസ്ലിം സമൂഹത്തിൽ ഈ ഒരു തർക്കമുണ്ടാക്കിയതെന്ന് അദ്ദേഹത്തിന്റെ കിതാബിൽ അദ്ദേഹം തന്നെ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ സമ്മൈതുഹു അസ്സാരിമൽ മസ്ലൂൽ അലാ ശാതിമിർ റസൂൽ وذكرت في هذه المسألة ما لم أعرف أحدا سبق إليه. ഇബ്നു തൈമിയ പറയുകയാണ്, അസ്സാരിമുൽ മസ്ലൂൽ അലാ ഷാതിമിർ റസൂൽ എന്ന പേരിൽ ഒരു ഗ്രന്ഥം ഞാൻ രചിച്ചിട്ടുണ്ട്. ഈ ഗ്രന്ഥത്തിൽ ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട് എന്റെ മുമ്പ് ആരും പറയാത്ത പല കാര്യങ്ങളെയും ഞാൻ ഈ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇബ്നു തൈമിയ ഇസ്തിഗാസ ഹറാമാണെന്ന് പ്രഖ്യാപിക്കുന്നത്. പ്രിയമുള്ളവരെ, ചിന്തിക്കണം. ഇബ്നു തൈമിയ ജീവിച്ച് കടന്നുപോയത് 8-ാം നൂറ്റാണ്ടിലാണല്ലോ. ഹിജ്റ 8-ാം നൂറ്റാണ്ടിൽ കടന്നുപോയ ഇബ്നു തൈമിയക്ക് മുമ്പ് 7 നൂറ്റാണ്ട് കാലത്തോളം മുസ്ലിം സമൂഹം തർക്കമില്ലാതെ അംഗീകരിച്ചിരുന്ന ഇസ്തിഗാസയെ ബഹുമാനപ്പെട്ട സഹാബത്തും താബിഈങ്ങളും തബഉ താബിഈങ്ങളും മറ്റു സലഫു സാലിഹീങ്ങളുമെല്ലാം അംഗീകരിക്കുകയും അവരുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്തിരുന്ന ഇസ്തിഗാസയെ ആദ്യമായിട്ട് ഹറാമായി ചിത്രീകരിച്ചത് 8-ാം നൂറ്റാണ്ടിൽ ഇബ്നു തൈമിയയായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോ ഈ ഇസ്തിഗാസയുടെ കിടപ്പ് എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബഹുമാനപ്പെട്ട സഹാബത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോ, താബിഈങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോ, സലഫു സാലിഹീങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോ നമുക്ക് മനസ്സിലാകുന്ന ഒരു സംഗതിയുണ്ട്. അവരെല്ലാവരും ഇസ്തിഗാസ നടത്തിയിരുന്നവരായിരുന്നു. അവരുടെ പ്രാർത്ഥനകളിൽ, അവരുടെ ദുആകളിൽ ഇസ്തിഗാസയുണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഹിജ്റ 7 നൂറ്റാണ്ട് കാലത്തോളം ഇവിടെ ഇത്തരം ഒരു തർക്കങ്ങളും വിതർക്കങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇബ്നു തൈമിയയാണ് ആദ്യമായി ഈ തർക്കവുമായി രംഗപ്രവേശനം ചെയ്തതെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ അക്കാലഘട്ടത്തിലൊന്നും കേരളക്കര ഈ തർക്കം കേട്ടിട്ടില്ല. കേരളം ഹിജ്റ 8-ാം നൂറ്റാണ്ടിലും ഇസ്തിഗാസ ഹറാമാണ് അല്ലെങ്കിൽ ഇസ്തിഗാസ പറ്റുമോ ഇല്ലയോ എന്നൊരു തർക്കം കേട്ടിട്ടില്ല. കേരളത്തിൽ കഴിഞ്ഞുപോയ സഹാബത്തും അതുപോലെ തന്നെ സലഫു സാലിഹീങ്ങളൊക്കെ ഇസ്തിഗാസ നടത്തിയവരായിരുന്നു, അതിനെ അംഗീകരിച്ചിരുന്നവരായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സഹാബത്തിൽ നിന്നും ദീൻ പഠിക്കാൻ ഭാഗ്യം ലഭിച്ച കേരളീയർ 13 നൂറ്റാണ്ടുകൾക്ക് ശേഷം KM മൗലവിയിൽ നിന്നാണ് ഈ തർക്കം കേട്ടത്. എന്റെ പ്രിയമുള്ളവരെ, ആദ്യമായി ഈ തർക്കം കേരളക്കരയിലേക്ക് കൊണ്ടുവന്നത് KM മൗലവിയായിരുന്നുവെന്ന് ചരിത്രം മനസ്സിലാക്കുമ്പോ, ചരിത്രം പഠിക്കുമ്പോ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പ്രവാചകന്റെ കാലത്ത് തന്നെ കേരളത്തിൽ ദീൻ പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്നാണല്ലോ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. വഹാബികൾ പോലും ഇത് സമ്മതിക്കുന്നുണ്ടല്ലോ.
KNM പ്രസിദ്ധീകരിച്ച ഇസ്ലാഹി പ്രസ്ഥാനം എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ ഇസ്ലാം കേരളത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ കടന്നു വന്നിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേരള സർക്കാർ പുറത്തിറക്കുന്ന സർവ്വവിജ്ഞാനകോശം പരിശോധിച്ചാലും വളരെ വ്യക്തമായി ഇസ്ലാം കേരളത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം തൊട്ട് 14 നൂറ്റാണ്ട് വരെ കേരളീയ മുസ്ലിം സമൂഹം ഇസ്തിഗാസയെക്കുറിച്ച് തർക്കിച്ചിട്ടില്ല. ഇതുവരെ ജീവിച്ചിരുന്ന, ആ കാലഘട്ടം വരെ ജീവിച്ചിരുന്ന സഹാബത്ത്, താബിഈങ്ങൾ, സലഫുസ് സാലിഹീങ്ങൾ ഇവരൊക്കെ ഇസ്തിഗാസ ചെയ്തതായിട്ട് ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നെ എന്തിന് ഈ ഇസ്തിഗാസയെക്കുറിച്ച് നാം തർക്കിക്കണം? എന്തിന് ഈ ഇസ്തിഗാസയെക്കുറിച്ച് നാം തർക്കിക്കണം? വെറുതെ ഒരു പൊല്ലാപ്പ് ഇസ്തിഗാസയെക്കുറിച്ച് കൊണ്ടുവരികയാണ് വഹാബികൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇസ്തിഗാസയെക്കുറിച്ച് തർക്കിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഇസ്തിഗാസ അനുവദനീയമാണെന്ന് വളരെ വ്യക്തമായിട്ട് നാം ചർച്ച ചെയ്തതാണ്. സാധാരണഗതിയിൽ വഹാബികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതകാലത്ത് എന്തെങ്കിലും ഇസ്തിഗാസ നടത്തിയിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥനയിൽ ഇസ്തിഗാസയുണ്ടോ? അവിടുന്ന് അനുചരന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്ത ഏതെങ്കിലും പ്രാർത്ഥനകളിൽ ഇസ്തിഗാസ കാണാൻ സാധിക്കുമോ? ഇങ്ങനെ പല നിരർത്ഥകമായ ചോദ്യങ്ങളുമായിട്ട് വഹാബികൾ രംഗപ്രവേശനം ചെയ്യാറുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത ഒരു കാര്യം മാത്രമേ ചെയ്യൂ എന്ന് ഇവർക്ക് വാദമുണ്ടോ? നമുക്കൊന്ന് തിരിച്ചു ചോദിക്കാനുണ്ട്. നബി എന്തേ ചെയ്തത് അത് മാത്രമേ ചെയ്യൂ എന്ന് വഹാബികൾക്ക് വാദമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത് മാത്രമല്ലല്ലോ ദീനിൽ തെളിവായിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ ദീനിൽ തെളിവാണ്, ഹദീസ് ദീനിൽ തെളിവാണ്, ഇജ്മാഉം ഖിയാസും ദീനിൽ തെളിവ് തന്നെയാണ്. ഇതാണ് സച്ചരിതരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ എന്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കണം. സാധാരണ വഹാബികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. നബി ചെയ്തിട്ടുണ്ടോ? പ്രവാചകന്റെ ജീവിതകാലത്ത് പ്രവാചകൻ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇതൊക്കെ വളരെ നിരർത്ഥകമായ ചോദ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്തിഗാസ ചെയ്തിട്ടില്ല എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്തിഗാസ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് പഠിപ്പിച്ച ദുആകളിൽ ഇസ്തിഗാസയുണ്ട്. അവിടുന്ന് അനുചരന്മാരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിച്ച പ്രാർത്ഥനകളിൽ ഇസ്തിഗാസയുണ്ട്. വളരെ വ്യക്തമായി ചരിത്ര പശ്ചാത്തലത്തോടുകൂടി ഹദീസിന്റെ കിതാബുകളുടെ ഉദ്ധരണിയോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅവ്വിദുൽ ഹസന വൽ ഹുസൈന വഖാല ഇന്ന അബാകുമാ കാന യുഅവ്വിദു ബിഹിമാ ഇസ്മാഈല വ ഇസ്ഹാക അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കളായ ഇസ്ഹാഖ്, ഇസ്മായിൽ അലൈഹിമുസ്സലാത്തു വസ്സലാം എന്നിവർക്ക് വേണ്ടി കലിമാത്തു താമ്മാത്തിനോട് കാവലിന് ചോദിച്ചതുപോലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പേരമക്കളായ ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി കലിമാത്തു താമ്മാത്തിനോട് കാവലിനെ ചോദിച്ചിരുന്നു എന്നാണ് ഈ ഹദീസിന്റെ താല്പര്യം. പ്രിയമുള്ള ശ്രോതാക്കൾ ശ്രദ്ധിക്കണം, കലിമാത്തു താമ്മാത്തിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാവലിനെ തേടിയിരുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കലിമാത്തു താമ്മാത്തിനോട് കാവലിനെ തേടിയിരുന്നു. ഇതാണല്ലോ ഈ ഹദീസിന്റെ താല്പര്യം. വളരെ വ്യക്തമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആയിൽ ഇസ്തിഗാസ കാണുന്നുണ്ടല്ലോ നാം ഈ ഹദീസിൽ. പ്രിയമുള്ളവരെ,
കലിമാത്തു താമാത്തിനോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്തിഗാസ നടത്തിയിരുന്നു എന്നാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് ഈ കലിമാത്തു താമാത്ത്? കലിമാത്തു താമാത്ത് എന്നതിന്റെ വിവക്ഷ എന്താണ്? ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങളിൽ പ്രധാനിയായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി കലിമാത്തു താമാത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഫഖൗലുഹു അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി ഇസ്തിആദത്തുൻ മിൻ അർവാഹിൽ ബശരിയതി ബിൽ അർവാഹിൽ ആലിയ ഫീ ദഫ്ഇ ശുറൂറിൽ അർവാഹിൽ ഖബീസത്തിൽ ളുൽമാനിയ വൽ മുറാദു ബികലിമാത്തില്ലാഹി താമ്മാതി തിൽകൽ അർവാഹുൽ ആലിയത്തു താഹിറ. ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി എന്നതിന്റെ അർത്ഥം വിശദീകരിക്കുന്നു. ബഹുമാനപ്പെട്ടവർ പറയുന്നു, അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ എന്ന പ്രാർത്ഥനയിലുള്ളത് ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന ആൾ പരിശുദ്ധാത്മാക്കളോട് ശൈത്താനിൽ നിന്ന് കാവലിനെ തേടലാണ് ഈ പ്രാർത്ഥനയിലുള്ളത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ വിശദീകരിക്കുന്നു. ബഹുമാനപ്പെട്ടവർ പറയുന്നു, വൽ മുറാദു ബികലിമാത്തില്ലാഹി താമ്മാതി തിൽകൽ അർവാഹുൽ ആലിയത്തു താഹിറ. റാസി ഇമാം വളരെ വ്യക്തമായി വിശദീകരിക്കുകയാണ് എന്താണ് കലിമാത്തു താമ്മാത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൽ അർവാഹുൽ ആലിയ, അൽ അർവാഹുൽ ആലിയത്തുൽ മുതഹറ, പരിശുദ്ധാത്മാക്കൾ, ഉന്നതരായ പരിശുദ്ധാത്മാക്കൾ എന്നാണ് കലിമാത്തുല്ലാഹി താമ്മാത്ത് എന്നതിന്റെ വിവക്ഷ എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ വളരെ വ്യക്തമായി കൊണ്ട് വിശദീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഹദീസിന്റെ അർത്ഥം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധാത്മാക്കളോട് കാവലിനെ തേടിയിരുന്നു. ബഹുമാനപ്പെട്ട ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമക്ക് വേണ്ടി പരിശുദ്ധാത്മാക്കളോട് കാവലിനെ തേടിയിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധാത്മാക്കളോട് കാവലിനെ തേടിയിരുന്നത് പോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധാത്മാക്കളോട് കാവലിനെ തേടിയിരുന്നു എന്നാണല്ലോ ഈ ഹദീസിന്റെ താല്പര്യം. പ്രിയമുള്ളവരെ, ചിന്തിക്കണം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആയിൽ ഇസ്തിഗാസ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാം ഇവിടെ കണ്ടത്. നബിയുടെ പ്രാർത്ഥനയിൽ ഇസ്തിഗാസ ഉണ്ടായിരുന്നു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനും വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കലിമാത്തു താമാത്തിനോട് അഥവാ പരിശുദ്ധാത്മാക്കളോട് കാവലിനെ തേടിയിരുന്നു എന്നാണ് ഈ ഹദീസിന്റെ താല്പര്യം. ഇതുപോലെ തന്നെ അവിടുത്തെ സച്ചരിതരായ അനുയായികളോട് പരിശുദ്ധാത്മാക്കളോട് കാവലിനെ തേടാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ഹദീസുകൾ പരിശുദ്ധാത്മാക്കളോട് കാവലിനെ തേടിയിട്ടുണ്ടെങ്കിൽ ലഭിക്കുന്ന ഗുണങ്ങളും അതുകൊണ്ട് ലഭിക്കുന്ന ശ്രേഷ്ഠതകളുമൊക്കെ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ നിന്ന് ഏതാനും ചില ഹദീസുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തന്റെ മുവത്തയിലും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തന്റെ സഹീഹിലും റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അസ്ലം ഗോത്രത്തിൽപ്പെട്ട ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് വളരെ ഖേദത്തോടു കൂടി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, കഴിഞ്ഞ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അസ്ലം ഗോത്രത്തിൽപ്പെട്ട ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് പറയാ. ഉടനെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചു, മിൻ അയ്യി ഷൈഇൻ, എന്തേ നീ ഉറങ്ങാതിരിക്കാൻ കാരണം? നിനക്ക് ഉറക്കം ലഭിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അയാൾ തിരിച്ചു പറഞ്ഞു, ലദഗത്നിൽ അഖറബു, എന്നെ ഒരു തേള് കുത്തിയത് കാരണത്താൽ അസഹ്യമായ വേദന കൊണ്ട് എനിക്ക് ഉറക്കം കിട്ടിയില്ല നബിയെ. ഇത് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അയാളോട് പറഞ്ഞത്, ആ സഹാബിയോട് പറഞ്ഞത്, അമാ ഇന്നക ലൗ ഖുൽത ഹീന അംസൈത അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ ലം തളുറക. അല്ലാഹുവിന്റെ റസൂൽ വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നു,
അമാ ഇന്നക ലൗ ഖുൽത ഹീന അംസൈത, വൈകുന്നേര സമയമാകുമ്പോ നീ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ എന്ന് പറയുകയായിരുന്നുവെങ്കിൽ ലം തളുറക, നിന്നെ തേള് ബുദ്ധിമുട്ടിക്കുമായിരുന്നില്ലെന്ന് ഈ സഹാബിയോട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. പ്രിയമുള്ളവരെ, ചിന്തിക്കണം, എന്താണ് ഈ ഹദീസിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്? വൈകുന്നേര സമയമായാൽ നീ പരിശുദ്ധാത്മാക്കളോട് കാവലിനെ തേടിയിരുന്നുവെങ്കിൽ നിന്നെ തേള് മുട്ടാക്കുമായിരുന്നില്ല, തേള് കൊണ്ട് നീ ബുദ്ധിമുട്ടേണ്ടി വരുമായിരുന്നില്ലെന്ന് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സഹാബത്തിനെ പഠിപ്പിച്ച ദുആയല്ലോ ഇത്. അവിടുത്തെ സഹാബത്തിനോട് ഇസ്തിഗാസ നടത്താൻ, പരിശുദ്ധാത്മാക്കളോട് ഇസ്തിഗാസ നടത്താൻ കൽപ്പിച്ച ഹദീസല്ലേ നാം ഇപ്പൊ കണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, പിന്നെ എന്തിന് ഈ ഇസ്തിഗാസയുടെ പേരിൽ നാം തർക്കിക്കണം? ഇതുപോലെ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഇദാ നസല അഹദുക്കും മൻസിലൻ ഫൽയഖുൽ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ ഫഇന്നഹു ലാ യളുറുഹു ഷൈഉൻ ഹത്താ യർതഹില മിൻഹു. ആരെങ്കിലും ഒരു സ്ഥലത്ത് പ്രവേശിക്കുകയും അള്ളാഹുവിന്റെ പരിശുദ്ധാത്മാക്കളോട് സഹായം ചോദിക്കുകയും ചെയ്താൽ അവിടുന്ന് തിരിച്ചു പോകുന്നതുവരെ അവനെ ഒരു വസ്തുവും ബുദ്ധിമുട്ടാക്കുകയില്ല എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഒരു സ്ഥലത്ത് പ്രവേശിക്കുകയും അള്ളാഹുവിന്റെ പരിശുദ്ധാത്മാക്കളോട് കാവലിനെ ചോദിക്കുകയും ചെയ്താൽ അവിടുന്ന് തിരിച്ചു പോകുന്നത് വരെ അവനെ ഒരു വസ്തുവും ബുദ്ധിമുട്ടാക്കുകയില്ല. പുണ്യനബി പഠിപ്പിച്ചതല്ലേ ഇത്? എന്തിന് ഈ ഹദീസുകളോടൊക്കെ നാം മുഖം തിരിഞ്ഞു നിൽക്കണം? പ്രിയമുള്ളവരെ, നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ യുക്തിക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ കുറവാണെന്ന് മനസ്സിലാക്കുകയല്ലാതെ ഹദീസിനെ നിഷേധിക്കുക, ഹദീസിന്റെ വ്യാഖ്യാനങ്ങളെ നിഷേധിക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമാനായ മുസ്ലിമിനെ യോജിച്ച പണിയല്ലല്ലോ എന്റെ പ്രിയമുള്ളവരെ. ഒരുപാട് ഹദീസുകൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. ബഹുമാനപ്പെട്ട അംർ ഇബ്നു ശുഐബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഇദാ ഫസിഅ അഹദുക്കും മിനൻ നൗം ഫൽയഖുൽ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ഗളബിഹി വഇഖാബിഹി വശർരി ഇബാദിഹി വമിൻ ശർരി ഹമസാത്തി ശയാത്തീൻ. ബഹുമാനപ്പെട്ട അവർ പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി കൊണ്ട് പഠിപ്പിക്കുന്നു, ആരെങ്കിലും ഉറക്കത്തിൽ പേടിക്കുകയാണെങ്കിൽ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി എന്ന് ചൊല്ലട്ടെ, അഥവാ പരിശുദ്ധാത്മാക്കളോട് അയാൾ കാവലിനെ ചോദിച്ചുകൊള്ളട്ടെ, എന്നാൽ എല്ലാ ശൈത്താന്റെ ഷെറിൽ നിന്നും അയാൾക്ക് കാവലുണ്ടാകുമെന്ന് പുണ്യനബി പഠിപ്പിക്കുന്നു. ഇങ്ങനെ പരിശുദ്ധാത്മാക്കളോട് കാവലിനെ തേടാൻ പഠിപ്പിക്കുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്തിന് അത്തരം ഹദീസുകളെ നാം മുഖം തിരിഞ്ഞു നിൽക്കണം? ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മക്കളിൽ നിന്ന് പ്രായപൂർത്തിയായ കുട്ടികൾക്ക് അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ എന്നത് ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. അഥവാ പരിശുദ്ധാത്മാക്കളോട് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു എന്നർത്ഥം വരുന്ന ഈ വാചകം ചൊല്ലാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മക്കളിൽ നിന്ന് പ്രായപൂർത്തിയായവരോട് കൽപ്പിക്കുമായിരുന്നു. മാത്രമല്ല, പ്രായപൂർത്തിയെത്താത്ത തന്റെ മക്കൾക്ക് ഈ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ എന്നെഴുതി അവരുടെ കഴുത്തിൽ കെട്ടിത്തൂക്കി കൊടുക്കുമായിരുന്നു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അഥവാ പരിശുദ്ധാത്മാക്കളോട് ഈ കുട്ടിക്ക് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്നാണല്ലോ ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ ചെയ്തതിന്റെ അർത്ഥം. വളരെ വ്യക്തമായി അംർ ഇബ്നു ശുഐബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഇത് കാണാം, കാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യുഅല്ലിമുഹാ മൻ ബലഅ മിൻ അബീദിഹി. പ്രായപൂർത്തിയെത്തിയ കുട്ടികൾക്ക് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇത് പഠിപ്പിച്ചു കൊടുക്കും. വമൻ ലം യബ്ലുഗ് കതബഹാ ഫീ സഖിൻ സുമ്മ അല്ലഖഹാ ഫീ ഉനഖിഹി. പ്രായപൂർത്തിയെത്താത്ത കുട്ടികൾക്ക് ഒരു പേപ്പറിൽ എഴുതുകയും ഒരു കട്ടിയുള്ള ഒരു കടലാസിൽ എഴുതുകയും അതിനെ അവരുടെ കഴുത്തിൽ കെട്ടിത്തൂക്കി കൊടുക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ഹദീസുകളിലൂടെ കാണാൻ സാധിക്കും. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ ഇസ്തിഗാസയുടെ പേരിൽ സുന്നികളെ ശിർക്കാക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല, ഒരിക്കലും നീതീകരിക്കാൻ സാധിക്കുകയില്ല.
ഹദീസുകൾ വളരെ വ്യക്തമായി കൊണ്ട് ഇസ്തിഗാസയെ അംഗീകരിക്കുന്നു. എന്തിനധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സഹാബത്തും കലിമാത്തു താമാത്തിനോട് കാവലിനെ ചോദിച്ചിരുന്നുവെന്ന് വഹാബികളുടെ ആശയ സ്രോതസ്സായിരുന്ന ഇബ്നു തീമിയെ പോലും സമ്മതിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിൽ പറയുന്നു, വഖദ് തവാതറ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു കാന യസ്തഈദു വയഅ്മുറു ബിൽ ഇസ്തിആദതി ബികലിമാത്തില്ലാഹി താമ്മാതി. മുസ്ലിം ലോകത്ത് ഒരു തർക്കമില്ലാതെ അംഗീകരിക്കുന്ന കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കലിമാത്തു താമാത്തിനോട് കാവലിനെ ചോദിച്ചിരുന്നു. മാത്രമല്ല അവിടുത്തെ സഹാബത്തിനോട് കാവലിനെ ചോദിപ്പിക്കാൻ കൽപ്പിക്കുകയും ചെയ്യുമായിരുന്നുവെന്ന് വളരെ വ്യക്തമായി കൊണ്ട് ഇബ്നു തീമിയെ പോലും സമ്മതിക്കുന്നതാണ് നാം കണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാക്കളോട് സഹായം തേടുന്നതിന്റെ പേരിൽ സുന്നികളെ മുശ്രിക്കീങ്ങളാക്കാൻ എന്റെ പ്രിയപ്പെട്ട വഹാബികളോട് സുന്നികളെ മുശ്രിക്കീങ്ങളാക്കാൻ ഈ രീതി സ്വീകരിക്കരുത് എന്ന് വളരെ വിനയത്തോടുകൂടി അപേക്ഷിക്കുകയാണ്. കാഫിരീങ്ങൾക്കെതിരിൽ ഷിർക്കും കുഫ്റും ആരോപിച്ചു എന്ന ഷിർക്കും കുഫ്റും ആരോപിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങൾക്കെതിരിൽ കാഫിരീങ്ങൾക്കെതിരിൽ ഖുർആനിൽ ഇറങ്ങിയ ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്തു എന്ന കാരണത്താൽ ഷിറാറു ഖൽഖിന്നാസ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബത്ത് ഖവാരിജിനെ കുറിച്ച് വിശേഷിപ്പിച്ചെങ്കിൽ അതുപോലത്തെ വിശേഷണം അർഹിക്കുന്ന ആളുകളാണ് ഇന്നത്തെ വഹാബികൾ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഞാൻ എന്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് എനിക്ക് അപേക്ഷിക്കുവാനുള്ളത് വളരെ വ്യക്തമായി ഇസ്തിഗാസ ദീനിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. നിസ്സംശയം, ഒരു സംശയവുമില്ലാതെ ഇസ്തിഗാസ ദീനിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്തിഗാസ നടത്തുന്നവരെ കുറ്റം പറയുകയും ഇസ്തിഗാസ നടത്തുന്നവരെ നീചരായും നികൃഷ്ടരായും മുശ്രിക്കീങ്ങളായും ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന വഹാബികളുടെ കെണിവലയിൽ പെട്ടുപോകാതിരിക്കാൻ നാമും നമ്മോട് ബന്ധപ്പെട്ടവരും ശ്രമിക്കണമെന്നും വളരെ വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അർഹമുർ റഹീമായ തമ്പുരാൻ ഇരുലോകത്തും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട തൃപ്പനച്ചി ഉസ്താദിനെ പോലത്തെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അവരുടെ പാത പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന മഹാത്മാക്കളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാന്മാരായ ഔലിയാക്കളുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സച്ചരിതരായ മുഅ്മിനീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വ ആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ആദർശ ചർച്ചയിലാണല്ലോ നാം ഇപ്പോഴുള്ളത്. തൗഹീദ് സംബന്ധമായും സുന്നികളുമായി തർക്കത്തിലുള്ള മറ്റേത് വിഷയങ്ങളെക്കുറിച്ചും ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച നടത്താം. പ്രിയപ്പെട്ട ശ്രോതാക്കൾ എല്ലാ നിലക്കും സഹകരിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ചയിലേക്ക് പ്രവേശിക്കാം. അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതായാലും ഞാൻ ഉസ്താദിനോട് ഒരു ചെറിയ ചോദ്യം. ഉസ്താദ്, സൂറത്തുൽ യൂനുസിൽ 18-ാമത്തെ ആയത്തിൽ അള്ളാഹുവിന് പുറമെ അവർക്ക് ഉപദ്രവമോ ഉപകാരമോ ചെയ്യാത്തതിനെ അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. ഇവർ ആരാധന അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശകരാണ് എന്ന് പറയുകയും ചെയ്യുന്നു. നബിയെ പറയുക, ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ളതായ അള്ളാഹുവിന് അറിയാത്ത വല്ല കാര്യവും നിങ്ങൾ അവന് അറിയിച്ചു കൊടുക്കുകയാണോ? അള്ളാഹു അവർ പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം എത്രയോ പരിശുദ്ധനും ഉന്നതനുമായിരിക്കുന്നു. അപ്പോ ഇങ്ങനെ ഖുർആനില് ഇങ്ങനെയുള്ള ആയത്തുകളുണ്ട്. അതേ സ്ഥാനത്ത് പിന്നെ എന്തിനാണ് നമ്മൾക്ക് അള്ളാഹു അത്ര അടുത്തുണ്ടാകുമ്പോ, അള്ളാഹു നമ്മുടെ വളരെ അടുത്താണ്, പിന്നെ എന്തിനാണ് ഞങ്ങൾ അമ്പിയാക്കളോടും ഔലിയാക്കളോടും സഹായം ചോദിക്കുന്നത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാധാരണ സുന്നി വിരുദ്ധർ നമുക്കെതിരിൽ ഉപയോഗിക്കാറുള്ള ഒരു ആയത്താണിത്. സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്ത്. ഇതേ രൂപത്തിൽ ധാരാളം ആയത്തുകൾ ഇസ്തിഗാസ നടത്തുന്ന, തവസ്സുൽ നടത്തുന്ന, തബറുക്കിൽ വിശ്വസിക്കുന്ന സുന്നികൾക്കെതിരെ വഹാബികൾ ഉപയോഗിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ
ഈ ആയത്തിനെ കുറിച്ച് അവർ ഒട്ടും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ആയത്തിൽ വ്യക്തമായി പറഞ്ഞ വിഷയമാണ് വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫആഉന ഇൻദല്ലാഹ്. അവർ ആരെയാണോ സമീപിച്ചത് അവരെ ശാഫിഉആയി കണ്ടു എന്നതല്ല ഈ ആയത്തിൽ പറയുന്ന പ്രശ്നം. ആയത്തിൽ പ്രശ്നമായിക്കൊണ്ട് പറയുന്നത് വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും. അവർ ആഗ്രഹിക്കുന്നത് പോലെ പ്രതീക്ഷിക്കുന്നത് പോലെ അവർക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ചില വസ്തുക്കളെ അവർ ഇബാദത്ത് ചെയ്തു എന്നതാണ്. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും. ആയത്തിൽ പറഞ്ഞ വയഅ്ബുദൂന എന്ന ഭാഗം പ്രത്യേകം ശ്രദ്ധേയമാണ്. ഇവിടെ സുന്നികൾ അല്ലാഹുവല്ലാത്ത മറ്റൊരാളെയും ഇലാഹായിക്കൊണ്ട് കണക്കാക്കുന്നില്ല, ഇബാദത്ത് ചെയ്യുന്നില്ല. ഇവിടെയാണ് ഈ ആയത്തിൽ പറയപ്പെട്ട ആളുകളും സുന്നികളും തമ്മിൽ വ്യത്യാസപ്പെടുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല എന്ന് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് സുന്നികൾ. ഇവരാവട്ടെ, ആയത്തിൽ പറയപ്പെടുന്ന ആളുകളാവട്ടെ, ഈ ആശയത്തെ ഒരു നിലക്കും ഉൾക്കൊണ്ടവരായിരുന്നില്ല. അള്ളാഹുവിന് പുറമെ മറ്റ് പല വസ്തുക്കൾക്കും അവർ ഇബാദത്ത് ചെയ്തിരുന്നു എന്ന് ഖുർആൻ വ്യക്തമായി പറയുന്നു. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ്. അള്ളാഹുവിനെ കൂടാതെ മറ്റ് പല വസ്തുക്കൾക്കും അവർ ഇബാദത്ത് ചെയ്തിരുന്നു. സുന്നികൾ അങ്ങനെയല്ല. സുന്നികൾ ഇലാഹ് അള്ളാഹു മാത്രം, മഅബൂദ് അള്ളാഹു മാത്രം, ഇബാദത്ത് അള്ളാഹുവിന് മാത്രമെന്ന അടിസ്ഥാന ആശയത്തിൽ തീർച്ചയായും ഒരു വിട്ടുവീഴ്ചയും അനുവദിക്കാതെ അതിലൊതുങ്ങി നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ ആയത്തിൽ പറയപ്പെട്ട ബിംബാരാധകരെ കുറിച്ച് പറഞ്ഞ ഈ വിഷയം ഒരിക്കലും സുന്നികൾക്ക് ബാധകമല്ല. എന്തുകൊണ്ടെന്നാൽ ആയത്തിൽ പറയപ്പെട്ടത് അള്ളാഹുവിന് പുറമെ മറ്റ് പല വസ്തുക്കളെയും ഇബാദത്ത് ചെയ്യുന്ന മുശ്രിക്കുകളെ കുറിച്ചാണ്. നാം സുന്നികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല, അള്ളാഹു മാത്രമാണ് മഅബൂദ് എന്ന് അടിയുറച്ച് യാതൊരു നിരക്കും ഒരു ചാൻസും കൊടുക്കാത്ത രൂപത്തിൽ വിശ്വസിക്കുകയും അത് പറയുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ വഹാബികൾ മനസ്സിലാക്കിയതുപോലെ ഈ ആയത്തോ ഇതുപോലെയുള്ള ആയത്തുകളോ ഒരിക്കലും തവസ്സുലും ഇസ്തിഗാസയും നടത്തുന്ന സുന്നികൾക്കെതിരെ പ്രയോഗിക്കാൻ പറ്റുകയില്ല. ഹലോ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഉസ്താദ്, എനിക്ക് ചോദിക്കാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ഒരുപാട് സഹാബിമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ ചെയ്യാനും അതുപോലെ സഹായാഭ്യർത്ഥനയൊക്കെ ചെയ്തതായിട്ട് കുറച്ച് കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അതുപോലെ സഹാബിമാര് ഇതുപോലെ സഹായം ചോദിച്ച വല്ല സംഭവങ്ങളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും. ഉസ്താദിനെ മറന്നു. ഹലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം അവിടുത്തോട് ഏതെങ്കിലും സഹാബിമാരോ മറ്റോ സഹായം തേടിയിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഈ വിഷയം നമ്മുടെ തൗഹീദ് ചർച്ചയുടെ 3-ാം ഭാഗത്തിൽ വിശദമായി നാം നടത്തിയിരുന്നു. ഏതായിരുന്നാലും സഹോദരന് വേണ്ടി ഒന്ന് ആവർത്തിക്കാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം അവിടുത്തെ ഖബർ ഷരീഫിന്റെ അടുത്ത് വന്നുകൊണ്ട് ബിലാൽ ഇബ്നുൽ ഹാരിസ് എന്ന സഹാബി റളിയല്ലാഹു അൻഹു, 2ാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് വെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട സന്ദർഭത്തിൽ, മഴയില്ലാതെ പ്രയാസപ്പെട്ട സന്ദർഭത്തിൽ പ്രവാചകരെ, റസൂലെ, അങ്ങയുടെ ഉമ്മത്ത് വെള്ളമില്ലാതെ വിഷമിക്കുന്നു, അങ്ങയുടെ ഉമ്മത്ത് വെള്ളമില്ലാതെ ബുദ്ധിമുട്ടാകുന്നു, ഉമ്മത്തിന് വേണ്ടി നിങ്ങൾ മഴയെ തേടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഴയെ തേടിക്കൊണ്ട് സഹായം ചോദിച്ചതായിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഇവരെല്ലാം റിപ്പോർട്ട് ചെയ്യുകയും ഈ റിപ്പോർട്ടിന്റെ, ഈ സംഭവത്തിന്റെ സനദ് സഹീഹാകുന്നു എന്ന് അൽ ബിദായത്തു വന്നിഹായ അതുപോലെ തന്നെ ഫതുഹുൽ ബാരി പോലെയുള്ള കിതാബുകളിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹയാത്ത് കാലത്തും അവിടുത്തെ വഫാത്തിന് ശേഷവും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ശേഷമുള്ള ഓരോ നൂറ്റാണ്ടുകൾ പരിശോധിച്ചാലും അവരെല്ലാവരും ഇങ്ങനെ മരണപ്പെട്ടു പോയ വഫാത്തായ അമ്പിയാക്കന്മാരെ, സഹാബിമാരെ, സ്വാലിഹീങ്ങളെ സഹായത്തിനു വേണ്ടി വിളിച്ച ധാരാളം സംഭവങ്ങൾ ഉണ്ടായതായിക്കൊണ്ട് നമുക്ക് ചരിത്രങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അസ്സലാമു അലൈക്കും. നമ്മളെ ഈ തൗഹീദിനെ കുറിച്ചുള്ള ചർച്ചയായതുകൊണ്ട് കലിമത്ത് തൗഹീദായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന്
കൂടുതൽ ഒരാൾ ആവർത്തിച്ച് ചെല്ലുന്നതിനെ കുറിച്ച് കൂടുതൽ പ്രത്യേകതയുണ്ടോ? ചില സംസ്ഥയിലെ ചില പണ്ഡിതന്മാരെല്ലാം അത് ഒരാളെ മുഅ്മിനും മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നെ കലിമത്ത് തൗഹീദ് കൂടുതൽ ആവർത്തിക്കുന്നതിൽ വലിയൊരു അർത്ഥമൊന്നുമില്ല എന്ന് ചില പ്രഭാഷണങ്ങളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കലിമത്ത് തൗഹീദ് ആവർത്തിച്ച് ചെല്ലുന്നതിൽ, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ആവർത്തിച്ച് ചെല്ലുന്നതിന്റെ പ്രത്യേകത ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാലും. അതെല്ലാം മറ്റ് സമസ്തയിലെ പണ്ഡിതന്മാർ പറയുന്നത് പോലെ അതിനൊരു ഫലവുമില്ല എന്നതാണോ, ഏതാണ് ശരിയെന്ന് ഉസ്താദ് വിശദീകരിച്ചാൽ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ ബാവ എന്ന ഐഡിയിലുള്ള സഹോദരന്റെ സംശയം നാം കേട്ടല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ കലിമ ആവർത്തിച്ചു ചൊല്ലുന്നതിൽ വല്ല പ്രത്യേകതയുമുണ്ടോ? ഇതാണ് വിഷയത്തിന്റെ ചുരുക്കം. തീർച്ചയായും ഇതിന് പ്രത്യേകതകളുണ്ട്. കലിമത്ത് തൗഹീദ് ആവർത്തിച്ചു ചൊല്ലുന്നതിൽ പ്രത്യേകതകളുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇമാം റസീൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഈ ഹദീസുകളെല്ലാം തന്നെ കലിമത്ത് തൗഹീദ് ആവർത്തിച്ചു ചെല്ലാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിനെ വീണ്ടും വീണ്ടും ഉച്ചരിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യപ്പെട്ടതായിക്കൊണ്ട് ഹദീസിന്റെ കിതാബുകളിൽ കാണാം. അപ്പൊ കലിമ ആവർത്തിച്ചു ചൊല്ലുന്നതിൽ തീർച്ചയായും പ്രത്യേകതകളുണ്ട്. പിന്നെ സമസ്തയുടെ ചില പ്രഭാഷകർ അങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പ്രഭാഷകർ, അവർ സമസ്തയുടെ പ്രവർത്തകർ, പണ്ഡിതന്മാർ അങ്ങനെ പറയാൻ സാധ്യതയില്ല. ഒരുപക്ഷെ പ്രഭാഷണത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രം കേട്ടതുകൊണ്ടോ അതല്ലെങ്കിൽ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് മറ്റാരെങ്കിലും ഉദ്ധരിക്കുന്ന ചില ഭാഗങ്ങൾ നാം കേട്ടതുകൊണ്ടോ അങ്ങനെ തോന്നിയതായിരിക്കാം. അതല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ആവർത്തിച്ചു ചൊല്ലുന്നതിൽ ഒരു പ്രത്യേകതയും ഇല്ല എന്ന് ഒരിക്കലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ പറയുകയില്ല. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു നീണ്ട പ്രഭാഷണത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം സാധാരണ വഹാബികളും അതുപോലെ തന്നെ വിഘടിതരുമെല്ലാം അങ്ങനെ ചെയ്യാറുണ്ട്. ആ ഒരു ഭാഗം മാത്രം എടുത്തുകൊണ്ട് അവരുടെ താല്പര്യത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഭാഗങ്ങൾ മാത്രം കേട്ടതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പ്രിയപ്പെട്ട സഹോദരൻ അങ്ങനെ തോന്നിയിട്ടുള്ളത്. അതല്ലാതെ ഒരിക്കലും സമസ്തയുടെ ആലിമീങ്ങൾ അങ്ങനെ പറയുകയില്ല. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദിന്റെ വിശദീകരണത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലായി. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കലിമത്ത് തൗഹീദ് ആവർത്തിക്കണമെന്ന് തന്നെയാണ് ഉസ്താദ് പറഞ്ഞത്. അങ്ങനെ നമ്മളെ കിതാബുകളിലെല്ലാം കാണാൻ സാധിക്കുന്നതാണ് കലിമത്ത് തൗഹീദ് ആവർത്തിക്കുന്നതിന്റെ. പക്ഷേ സമസ്തയിലെ ചില പണ്ഡിതന്മാർ ഒരു ത്വരീഖത്തിനെ വിമർശിക്കാനാണെങ്കിൽ പോലും അങ്ങനെ ഒരു സമുന്നതനായ സമസ്തയിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ പ്രസംഗിച്ചത് വളരെ ഒരു മറ്റുള്ളവരിൽ നിന്ന് കട്ട് ചെയ്തോ അല്ലെങ്കിൽ കോപ്പി ചെയ്തോ അല്ല, വളരെ ശ്രദ്ധപൂർവ്വം കേട്ടതാണ്. അതുകൊണ്ടാണ് ഉസ്താദിനോട് ചോദിച്ചത്. ആ നിലക്ക് സംശയം ഒന്ന് തീർക്കാൻ വേണ്ടി ചോദിച്ചതാണ്. ഉസ്താദിന്റെ ഈ പറഞ്ഞ അഭിപ്രായം വളരെ വളരെ ഉചിതമായിരിക്കുന്നു. അതിൽ വളരെ സന്തോഷമുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അന്ന് ആ മഹാനായ പണ്ഡിതൻ അങ്ങനെയാണ് അദ്ദേഹം പ്രസംഗിച്ചത് എന്ന് ഞാൻ വളരെ വിഷമത്തോടെ അന്നും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് എന്ന് മാത്രം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമസ്തയുടെ ഒരു മഹാനായ പണ്ഡിതൻ അങ്ങനെ പറഞ്ഞു എന്നാണ് ബഹുമാനപ്പെട്ട സഹോദരൻ പറഞ്ഞത്. സമസ്തയുടെ ഏതെങ്കിലും ഒരു ആലിമ് ഒരിക്കലും ആ പറഞ്ഞ ആശയം പ്രസംഗിക്കുകയില്ല. കാരണം അത്തരം സംഗതികളെ, ആദർശങ്ങളെ, ആശയങ്ങളെ പ്രചരിപ്പിക്കുവാനും അതിനെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം വഹാബികളാൽ കേരളത്തിൽ ഉണ്ടാവുകയും ചെയ്തപ്പോഴാണല്ലോ സമസ്ത രൂപീകരിക്കുന്നതും അതാണല്ലോ സമസ്തയുടെ പ്രവർത്തനവും. അപ്പൊ ഒരിക്കലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒറ്റ ആലിമും ആ രൂപത്തിൽ പറയുകയില്ല, പ്രസംഗിക്കുകയില്ല. പിന്നെ തരീഖത്തുകളെ കുറിച്ച് വിമർശിക്കുന്ന വേദികളിൽ അങ്ങനെ ഒരു ആലിം പറഞ്ഞു എന്നാണല്ലോ സഹോദരൻ പറയുന്നത്. അപ്പൊ തീർച്ചയായും തരീഖത്തുകളെ കുറിച്ച് വിമർശിക്കുന്ന വേദിയിൽ പറഞ്ഞ വിഷയമായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആ കള്ള തരീഖത്തിന്റെ ആശയങ്ങൾ എണ്ണി എണ്ണി പറയുന്ന കൂട്ടത്തിൽ അവർക്കപ്രകാരം ഒരു ആശയമുണ്ട് എന്നോ അതല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും തെറ്റായ ആശയങ്ങളെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ
മറ്റൊരു വിഷയത്തിന്റെ അനുബന്ധമായിക്കൊണ്ട്, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയെ ആവർത്തിക്കരുത് എന്നല്ല, അതല്ലെങ്കിൽ ആവർത്തിക്കലിനെ വിമർശിച്ചുകൊണ്ടല്ല, മറ്റെന്തോ ഒരു പ്രധാനപ്പെട്ട വിഷയം പറയുന്നതിന്റെ ബാക്കിയായിക്കൊണ്ട്, അതിന്റെ തുടർച്ചയായിക്കൊണ്ട്, പ്രത്യക്ഷത്തിൽ നാം ആ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന, നമുക്ക് മനസ്സിലാകുന്ന അർത്ഥം എന്താണോ ആ അർത്ഥം ഒരിക്കലും ഉദ്ദേശിച്ചുകൊണ്ടല്ല, അവരുടെ തെറ്റായ ആശയങ്ങളെ വിവരിച്ചുകൊണ്ടും അതിന് മറുപടി പറഞ്ഞുകൊണ്ടും മറ്റൊരു വിഷയത്തിന്റെ ബാക്കി എന്ന നിലക്ക്, മറ്റൊരു വിഷയത്തിന്റെ അനുബന്ധം എന്ന നിലക്ക് ഒരുപക്ഷെ അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടാകും. തീർച്ചയായും അങ്ങനെയുള്ള ആ പരാമർശങ്ങൾക്ക് ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് ആവർത്തിക്കരുത് എന്നല്ല അർത്ഥം. മറിച്ച് അവരുടെ ആശയങ്ങളെ വിമർശിച്ചുകൊണ്ട്, അവരുടെ വാദങ്ങളെ വിമർശിച്ചുകൊണ്ട് പറയുന്ന കൂട്ടത്തിൽ മറ്റൊരു വിഷയത്തിന്റെ ബാക്കിയായിക്കൊണ്ട്, ഉദാഹരണത്തിന് ഇപ്പോ ഒരു സാധ്യത ഞാൻ ഇപ്രകാരം പറയാം. ഇപ്പൊ നിസ്കാരമോ അതല്ലെങ്കിൽ നോമ്പോ നിർബന്ധമായി നിർവഹിക്കേണ്ടുന്ന മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ തെരീഖത്തിന്റെ പേരിൽ കുറച്ച് ആളുകൾ ഒത്തുകൂടുകയും അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ വാക്ക് ഇങ്ങനെ ആവർത്തിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും അവിടെ നമുക്ക് പറയാമല്ലോ, അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, അങ്ങനെ 10,000 വട്ടോ 1000 വട്ടോ 1,00,000 തവണയോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടൊരു കാര്യവുമില്ല എന്ന് പറയാമല്ലോ. ഇങ്ങനെയുള്ള വല്ല സാഹചര്യങ്ങളിലുമായിരിക്കാം നമ്മുടെ ആലിമീങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അതല്ലാതെ ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവർത്തിക്കുന്നതിൽ ഒരു ഫലവുമില്ല എന്ന് സമസ്തയുടെ ആലിമീങ്ങൾ പറയുകയില്ല. ഇനി തിരിച്ചുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട സഹോദരന്റെ പക്കൽ ആ ക്ലിപ്പുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ആ പ്രസംഗമുണ്ടെങ്കിൽ അതൊന്ന് കേൾപ്പിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സൗകര്യപ്പെടും. അതല്ലാതെ ഒരിക്കലും സമസ്തയുടെ ഒരു പണ്ഡിതൻ, സുന്നിയാകുന്ന ഒരു പണ്ഡിതൻ ഒരിക്കലും ആ ആശയം ഒരിക്കലും സ്റ്റേജിലോ അതല്ലെങ്കിൽ ഒരു സ്വകാര്യ സംഭാഷണത്തിലോ ഒരിക്കലും പറയുകയില്ല. അത് തീർച്ചയാണ് ആ കാര്യം. മറിച്ച് ഇവരുടെ ആശയങ്ങളെ, തെറ്റായ ആശയങ്ങളെ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ, വിവരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിർബന്ധമായി നിർവഹിക്കേണ്ടുന്ന അതല്ലെങ്കിൽ കാര്യമായി ശ്രദ്ധിക്കേണ്ടുന്ന മറ്റെന്തെങ്കിലും വിഷയങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ദിക്ർ സാസിന് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ധാരാളം തവണ ചൊല്ലുന്നതിന് വേണ്ടി മാത്രം ഒത്തുകൂടുമ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് പറയാം അങ്ങനെ ചെല്ലേണ്ടതില്ല, അങ്ങനെ ചെല്ലുന്നതിൽ അതൊരു കാര്യവുമില്ല എന്നൊക്കെ പറയാം. അങ്ങനെ പറഞ്ഞു എന്നല്ല ഞാൻ പറയും, ഇങ്ങനെയുള്ള വല്ല സാഹചര്യത്തിലുമായിരിക്കാം അവരുടെ ഈ വിശദീകരണം, ഈ പരാമർശം ഉണ്ടായിട്ടുണ്ടാവുക എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത്. അല്ലാത്ത ഒരു രീതിയിലും സമസ്തയുടെ ഒറ്റ ആലിമും ഈ രൂപത്തിൽ പറയുകയില്ല എന്ന് എന്റെ ബഹുമാന്യ ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട ഗഫൂർ അൻവരി ഉസ്താദ് പറഞ്ഞതുപോലെ ഞാൻ ആ പ്രഭാഷണം നേരിട്ട് കേട്ടിട്ടുണ്ട്. ആലുവ തരീഖത്തിനെ വിമർശിച്ച് അല്ലെങ്കിൽ ആലുവ തരീഖത്തിനെതിരെ നടപടി എടുത്ത ശേഷം മലപ്പുറം സുന്നി മഹലിന്റെ പരിസരത്ത് വെച്ചിട്ടാണ് ബഹുമാനപ്പെട്ട MT ഉസ്താദ് ആ പ്രഭാഷണം നടത്തിയിരുന്നത്. ഞാൻ അവിടെ നേരിട്ട് അതിന് സാക്ഷിയാണ്. ബഹുമാനപ്പെട്ടവരെന്താ പറഞ്ഞത്? നമ്മൾ വളരെ കാലം താമസിച്ചു എന്നാണ് ആളുകൾ പറയുന്നത്. ആലുവ തരീഖത്ത് പിഴച്ചതാണ് എന്ന് പറയാൻ നമ്മൾ വളരെ വർഷങ്ങൾ എടുത്തു. അതിനുള്ള കാരണം മൂപ്പര് പറയാം. നമ്മൾ ആരെങ്കിലും പോലെ ഒറ്റയടിക്ക് ആളുകളെ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ തരീഖത്തിന്റെ പേരിൽ വരുന്നവരെ എതിർക്കുന്നവരല്ല. വിശദമായി നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കണം. അവരുടെ കിതാബുകളും അവരുമായി ബന്ധപ്പെട്ടതും അവരുടെ ആരാധനകളും അവർ ചെയ്യുന്നതും ചെല്ലുന്നതും ഒക്കെ നമ്മൾ പഠിക്കണം. അതിനുവേണ്ടി കുറെ വർഷങ്ങൾ എടുത്തു. അതിന്റെ പേരിൽ കുറെ ആരോപണങ്ങൾ കേട്ട ആളാണ് ഞാൻ. MT ഉസ്താദ് പറയാം, അതിന്റെ പേരിൽ കുറെ ആരോപണങ്ങൾ കേട്ടു. നമ്മുടെ ഭാഗത്ത് തന്നെ എന്താ തീരുമാനം എടുക്കാത്തു? അങ്ങോട്ട് പറഞ്ഞൂടെ ഇവർ പേച്ചതാണെന്ന് പറഞ്ഞൂടെ, AP-ക്കാര് പറഞ്ഞില്ലേ എന്ന രൂപത്തിൽ കുറെ ആരോപണങ്ങൾ മഹാനവറുകൾ അതിന്റെ പേരിൽ കേട്ടു. നമ്മുടെ ആളുകൾ തന്നെ, ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് പല വേദികളിലും നമ്മുടെ ആളുകൾ എന്തുകൊണ്ടാണ് ആലുവ തരീഖത്തിന്റെ പേരിൽ തീരുമാനം പ്രഖ്യാപിക്കാത്തു എന്ന് വളരെ സ്ട്രോങ് ആയി ചോദിക്കുന്ന ചോദ്യങ്ങൾ പല നമ്മുടെ ഫൈസി അസോസിയേഷന്റെ യോഗങ്ങളിലൊക്കെ അവർ സംഘടിപ്പിച്ച ഉസ്താദ്മാരുടെ ഒരു സംഘടന ഉണ്ടല്ലോ, അതിലൊക്കെ വെച്ച് ചോദ്യം ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ അവിടുന്ന് പറഞ്ഞു, ഈ നമ്മൾ എന്തുകൊണ്ട് എതിർത്തില്ല എന്ന ചോദ്യത്തിന് മറുപടി മൂപ്പര് പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ലേ ചെല്ലുന്നത്, സിക്റല്ലേ ചെല്ലുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചെല്ലുന്ന ആളുകളെ നമ്മൾ കാര്യം മനസ്സിലാക്കാതെ അത് നിർത്തിക്കാൻ പറ്റുമോ? ഓസ്ഫോജന്റെ മീറ്റിംഗിൽ വെച്ച് വരെ ബഹുമാനപ്പെട്ടവര് അത് പറഞ്ഞിട്ടുണ്ട് ഒരു വട്ടത്തിന് മുമ്പ്. അപ്പോ അങ്ങനെ പറയുന്ന ആളുകളെ നമ്മൾ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ഒറ്റയടിക്കത് നിർത്താൻ പറയാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചു, പിന്നെയും പഠിച്ചു. മാത്രമല്ല സുന്നത്ത് ജമാഅത്ത് അതിനുവേണ്ടി പരിശുദ്ധമായ ദീന് അതിന് നൽകിയ നിലപാടുകൾ മുഴുവൻ, അതിന്റെ മാർഗങ്ങൾ മുഴുവൻ നമ്മൾ ചെയ്തു.
ആ ആളുമായി നേരിട്ട് പോയി നമ്മൾ സംസാരിച്ചു. അങ്ങനെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ് അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചെല്ലുന്നത് കൊണ്ട് നമ്മൾ തീരുമാനമെടുക്കാൻ വൈകി. കാരണം അങ്ങനെയാണല്ലോ ചെല്ലുന്നത്, അതാണല്ലോ ചെല്ലുന്നത്, അങ്ങനെയുള്ള ദിക്റുകളാണല്ലോ ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ അടിക്ക് അവരുടെ പേരിൽ ഒരു തീരുമാനമെടുത്ത് അവരെ പുറത്താക്കുന്ന ഒരു രൂപം ഉണ്ടായിക്കൂടാ. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് പേടി ഉള്ളത് കൊണ്ടാണ്. മാത്രമല്ല, ബഹുമാനപ്പെട്ട MT ഉസ്താദിനെ അറിയുന്ന ആളുകൾക്ക് മുഴുവൻ അറിയും. വളരെ ചെറുപ്പം മുതൽ തന്നെ ശരീക്കത്തുമായും തെർബീയത്തുമായും മശായിഖുമാരുമായും ഒക്കെ വളരെ അടുത്ത് കഴിയുകയും അതിന്റെ എല്ലാ അർത്ഥത്തിലുള്ള പരിപൂർണമായ രൂപത്തിൽ അത് കൊണ്ടു നടക്കുകയും ചെയ്യുന്ന വലിയ ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട MT ഉസ്താദ്. MT ഉസ്താദിനെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് അത് പരിപൂർണമായും അറിയുകയും ചെയ്യും. ഒരിക്കലും തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന ഈ രൂപത്തിൽ ഇത് കാര്യങ്ങൾ ചെയ്യരുത്. ഞാൻ നേരിട്ട് കേട്ട പ്രഭാഷണമാണത് എന്നുകൂടി നിങ്ങളെ ഞാൻ ഉണർത്തുകയാണ്. ഞാൻ ഉസ്താദ് ഇത് ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മൈക്കെടുത്തതാണ്. ബഹുമാനപ്പെട്ട ഫുറൻ വരി ഉസ്താദ് ക്ഷമിക്കണം, മുപ്പരന്റെ മൈക്കിലോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സംസാരിക്കാമോ? മൈക്ക് എനിക്ക് വന്നതാണ്. എങ്കിൽ സംസാരിക്കാമെങ്കിൽ ഓക്കെ പറയൂ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മൈക്ക് വിടാം. ഓക്കെ ആണല്ലോ അല്ലേ? എന്തായാലും ഇവിടെ സംസാരിച്ച ഒരു വിഷയം MT അബ്ദുള്ള മുസ്ലിയാർ ഈയാട് നടത്തിയ ഒരു പ്രഭാഷണത്തിലാണ് ആ വിഷയം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം അവിടെ വളരെ യുക്തിഭദ്രമായി തന്നെ അത് സമർത്ഥിക്കുകയുണ്ടായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആവർത്തിക്കുന്നതല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ആവർത്തിക്കുന്നത് ബീജം കുടിക്കുന്നതിന് തുല്യമാണ് എന്നാണ് അവിടെ അദ്ദേഹം സംസാരിച്ചത്. കാരണം ഒരാൾ മുസ്ലിം ആവണമെങ്കിൽ, മുഅ്മിനാകണമെങ്കിൽ ആദ്യമായി ചെല്ലേണ്ടതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പൊ അടിസ്ഥാനമായി അയാൾ മുഅ്മിനായി മുസ്ലിമായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അത് നമ്മൾ ഒരു ഗർഭാശയത്തില് കുട്ടിയുടെ ജന്മത്തിന് തുടക്കത്തില് ബീജവും അണ്ടവും കൂടി സംഘടിച്ച് പിന്നീട് ആ ബീജം ഇങ്ങനെ കുടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതേപോലെ ഒരാൾ മുഅ്മിനാവാൻ മുസ്ലിമാവാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മതി. പിന്നെ അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അത് ബീജം കുടിക്കുന്നത് തുല്യമാണ് എന്നാണ് ഇയാൾ വെച്ച് അദ്ദേഹം പറഞ്ഞത്. അത് യുക്തിഭദ്രമായി തന്നെ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. ഹലോ, യഥാർത്ഥത്തിൽ ഈ രൂപത്തിലുള്ള ഒട്ടനവധി വിമർശനങ്ങൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉലമാഇനെ കുറിച്ച് മുമ്പ് കാലത്തും ഇപ്പോ നാം ഈ കേട്ടതുപോലെ പലരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നൂർഷാ തരീഖത്തിനെ വിമർശിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉലമാക്കൾ നിലപാടുകൾ വിശദീകരിച്ചപ്പോൾ അന്നും മഹാന്മാരാകുന്ന ഉലമാക്കളുടെ വാക്കുകളെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടും, ഒരുപക്ഷെ തെറ്റായി വ്യാഖ്യാനിച്ചതാവാം, അതല്ലെങ്കിൽ ഈ ആലിമീങ്ങൾ എന്തു പറയുന്നു എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കാം. കാരണം തരീഖത്തിനെ കുറിച്ചോ ശരീഅത്തിനെ കുറിച്ചോ ഒന്നും അറിയാത്ത ഈ കള്ള ശൈഖന്മാരുടെ തെറ്റായ തരത്തിലുള്ള ചില നീചകൃത്യങ്ങളിലും അതുപോലെ തന്നെ അവരുടെ മാസ്മരിക വലയത്തിലും അകപ്പെട്ടു പോയ പാവം വിവരമില്ലാത്ത ആളുകൾ, അവർക്ക് യഥാർത്ഥത്തിൽ സമസ്തയുടെ ആലിമീങ്ങളുടെ വാക്കുകളുടെ വിശദീകരണങ്ങളോ അർത്ഥങ്ങളോ ഒരുപക്ഷെ മനസ്സിലാകണമെന്നില്ല. മാത്രമല്ല, അതൊന്നും മനസ്സിലാവാതിരിക്കുക എന്നതും അതിനെ മറ്റൊരു രൂപത്തിൽ വ്യാഖ്യാനിക്കുക, പ്രചരിപ്പിക്കുക എന്നുള്ളതും അവരുടെയും അവരുടെ ശൈഖന്മാരുടെയും താല്പര്യവുമാണ്. അപ്പൊ തീർച്ചയായും ആലുവ തരീഖത്ത് സമസ്തയുടെ പ്രഖ്യാപനത്തോടുകൂടി കേരളത്തിൽ അതിന് യാതൊരു അടിസ്ഥാനവുമില്ലാതെയായി. ആലുവ തരീഖത്തിന്റെ വാദങ്ങളെ, ആലുവ തരീഖത്തിന്റെ ഓരോ വാദങ്ങളെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരാകുന്ന ഉലമാക്കൾ എണ്ണി എണ്ണി പറയുകയും കിതാബുകളുടെ അടിസ്ഥാനത്തിൽ അവകൾക്കൊക്കെ മറുപടി പറയുകയും ചെയ്തപ്പോ പിന്നെ ഇനി ആലുവക്കാര് എന്തു ചെയ്യുമെന്ന് നെട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള ഓരോ പരാമർശങ്ങളും, മഹാന്മാരാകുന്ന ഉസ്താദുമാരുടെ പ്രസംഗത്തിൽ നിന്നുള്ള ഓരോ പരാമർശങ്ങളും എടുത്തുകൊണ്ട് അവർ തെറ്റായി വ്യാഖ്യാനിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സമസ്തയുടെ ആലിമീങ്ങൾ, അത് MT ഉസ്താദായിരുന്നാലും മറ്റേത് ഉസ്താദുമാരായിരുന്നാലും ഒരിക്കലും ഈ രൂപത്തിലുള്ള പരാമർശം നടത്തുകയില്ല. അത് തീർച്ചയാണ്. ഇനി അങ്ങനെ ഉണ്ട് എന്ന് നിങ്ങൾക്ക്, ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് ആ പ്രസംഗം ഇവിടെ കേൾപ്പിക്കലാണ്. ഞങ്ങൾ തീർത്തു പറയട്ടെ, ഒരിക്കലും
MT ഉസ്താദോ സമസ്തയുടെ മറ്റേതെങ്കിലും ആലിമീങ്ങളോ കലിമത്തു തൗഹീദ് ആവർത്തിക്കലിനെ കുറിച്ചോ അതിനെ ചൊല്ലലിനെ കുറിച്ചോ ഒരിക്കലും വിമർശിച്ചുകൊണ്ട് പ്രസംഗിക്കുകയില്ല, പറയുകയില്ല. അത് നിങ്ങൾ MT ഉസ്താദ് അങ്ങനെ പറഞ്ഞു എന്നും അതിന് ന്യായമായിക്കൊണ്ട് MT ഉസ്താദ് പറഞ്ഞത് ഇന്നാലിന്റെ കാര്യമാകുന്നു എന്നെല്ലാം ഇവിടെ സഹോദരൻ പറഞ്ഞല്ലോ. അതൊരു പക്ഷേ സഹോദരന്റെ ആ പ്രസംഗം കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായതാവാം. അതല്ലാതെ MT ഉസ്താദ് എന്ന് മാത്രമല്ല ഒരാളും അങ്ങനെ ചെയ്യുകയില്ല. ഉണ്ട് എന്ന് വാദമുണ്ടെങ്കിൽ നിങ്ങൾ ആ ഭാഗം കേൾപ്പിക്കണം, തെളിയിക്കണം. ഞങ്ങൾ തീർത്തു പറയുന്നു, അപ്പൊ സമസ്തയുടെ ആലിമീങ്ങൾ അങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ തെളിയിക്കണം. ഒരിക്കലും സമസ്തയുടെ ഉസ്താദുമാർ അങ്ങനെ പറയില്ല. യഥാർത്ഥത്തിൽ സമസ്തയുടെ വിമർശനങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതിരുന്ന ആലുവക്കാരും അതുപോലെ തന്നെ നൂരിശക്കാരും മുമ്പേ ചെയ്തു വരുന്ന നീചകൃത്യങ്ങളാണ് ഇങ്ങനെയുള്ള പരാമർശങ്ങൾ. അതായത് കലിമത്തു തൗഹീദിനെ തെറ്റായി വ്യാഖ്യാനിച്ചു, അതല്ലെങ്കിൽ വളരെ മോശമായിക്കൊണ്ട് ചിത്രീകരിച്ചു എന്നൊക്കെ പറയുമ്പോൾ പൊതുജനങ്ങളെ അതിനെതിരിൽ സംഘടിപ്പിക്കാൻ സാധിക്കും, തങ്ങളുടെ ഭാഗത്ത് സംഘടിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടലിന്റെ ഭാഗമായിക്കൊണ്ട് ആലുവക്കാരും നൂരിശക്കാരും അതുപോലെയുള്ള മറ്റു പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത്. അതല്ലാതെ ഒരിക്കലും ഇവിടെ പറഞ്ഞതുപോലെ ആ രൂപത്തിൽ ഉപമിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ കലിമത്തു തൗഹീദിനെ ആവർത്തിക്കൽ തെറ്റാണെന്നോ അതിൽ നല്ലതല്ലാത്ത വിഷയമാണെന്നോ ഒരിക്കലും സമസ്തയുടെ ആലിമീങ്ങൾ പറയുകയില്ല, പറഞ്ഞിട്ടുമില്ല. ഉണ്ട് എന്ന് തെളിയിക്കാനും സാധ്യമല്ല. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആശയപരമായിക്കൊണ്ട് എല്ലാ നിലക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ തകർന്നടിഞ്ഞ നൂരിശക്കാരുടെയും ആലുവക്കാരുടെയും തെറ്റായ പ്രചരണങ്ങളിലും വ്യാഖ്യാനങ്ങളിലും പെട്ട ഒരു സംഗതി മാത്രമാണത്. അതല്ലാതെ അടിസ്ഥാനപരമായി അതൊരിക്കലും തെളിയിക്കാൻ സാധിക്കുന്ന വിഷയമല്ല. കേൾക്കുന്നുണ്ടോ സാർ? സുഖല്ല, സൗണ്ട് കുറവാണ്. കേൾക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാലേ. ഹലോ, എനിക്കൊരു സംശയം പറ്റിയത്, പിന്നെ നമ്മളെ കുറിച്ച് നിങ്ങളെ കുറിച്ച് മുജാഹിദുകൾ പറയുന്നത് സൂറത്തുൽ ഫാത്തിറില് 2 ആയത്തെടുത്തിട്ട് പിന്നെ മരണപ്പെട്ടവരെ നിങ്ങൾ വിളിച്ചാൽ അവർ കേൾക്കുകയില്ല, അവർ കേട്ടാലും അവർ ഉത്തരം നൽകുകയില്ല. അതേപോലെ ഞാൻ വിചാരിക്കുന്നവരെ ഞാൻ കേൾപ്പിക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള 2 ആയത്തെടുത്തിട്ട് നമ്മളെങ്ങനെ പറയുന്നുണ്ട്. അതിന്റെ നിജസ്ഥിതി എന്നാ, അതിന്റെ അർത്ഥം എന്താ, സംബന്ധിച്ച സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരം. അസ്സലാമു അലൈക്കും. ഏത് സൂറത്തിലെ ആയത്തുകൾ എന്നാ നിങ്ങൾ ഉദ്ദേശിച്ചത്? അതൊന്നുകൂടി പറയാം. ഏത് സൂറത്തിലെ ആയത്തുകൾ ആണെന്ന്? സൂറത്തുൽ ഫാത്തിർ. ഹലോ, കേൾക്കുന്ന? സൂറത്തുൽ ഫാത്തിർ. സൂറത്തുൽ ഫാത്തിറിന്റെ ആ പറയപ്പെട്ട ആയത്തുകൾ നേരത്തെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധിത സമൂഹമായിരുന്ന അറേബ്യൻ മുശ്രിക്കുകൾ, ആ മുശ്രിക്കുകൾ അള്ളാഹുവിന് പുറമെ മറ്റു പല വസ്തുക്കളെയും ഇലാഹായി വിശ്വസിക്കുകയും മഅബൂദായി വിശ്വസിക്കുകയും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് പോലെ അവർക്കും ഇബാദത്ത് ചെയ്യുന്ന ഒരു രീതിയിൽ, ഒരു സാഹചര്യത്തിൽ വിശുദ്ധ ഖുർആൻ അവർക്ക് മറുപടി ആയിക്കൊണ്ടാണ് ആയത്ത് പറയുന്നത്. അതായത് അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ വസ്തുക്കളെ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല. അവർ കേട്ടാൽ തന്നെ അവർക്ക് ഉത്തരം ചെയ്യാനും സാധിക്കുകയില്ല എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ ഉദ്ദേശിച്ചുകൊണ്ടോ മഹാന്മാരെ ഉദ്ദേശിച്ചുകൊണ്ടോ അല്ല, മറിച്ച് അള്ളാഹുവിന് പുറമെ അവർ ഇലാഹായി കണക്കാക്കി വിശ്വസിച്ച് ആരാധനകൾ ചെയ്തിരുന്ന, ഇബാദത്തുകൾ ചെയ്തിരുന്ന അവരുടെ ബിംബങ്ങളെ കുറിച്ചാണ്. ഇത് സൂറത്തുൽ ഫാത്തിറിന്റെ ആ ആയത്തിൽ തന്നെ വളരെ വ്യക്തമായിക്കൊണ്ട് പറയുന്നത്. അതായത് അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്തിരുന്ന മുശ്രിക്കുകളെ കുറിച്ചാണ് ആ ആയത്തുകളിലെല്ലാം പരാമർശിക്കുന്നത്. നമ്മൾ സുന്നികൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത്, അള്ളാഹു മാത്രം ഇലാഹ് എന്ന അടിസ്ഥാന ആശയത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ലാതെ ഉറച്ചു നിൽക്കുന്നവരാണ്. ഈ സംഗതി ഒരു നിലക്കും അംഗീകരിക്കാത്തവരായിരുന്നു അറേബ്യൻ മുശ്രിക്കുകൾ. ഇതാണ് ആയത്തിന്റെ യഥാർത്ഥ വിശദീകരണം. ഇനിയും വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ സഹോദരൻ ചോദിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നേരത്തെ മൈക്കെടുത്തിരുന്നു. എന്തായാലും MT ഉസ്താദിനെ പോലെയുള്ള സമസ്തയുടെ നേതാവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് സ്വാഭാവികമായും പ്രചരിപ്പിക്കുന്ന സാഹചര്യത്തിൽ MT ഉസ്താദ് തന്നെ അത് നിഷേധിക്കുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഉസ്താദുമാർ ഇത് പെടുത്തുകയാണെങ്കിൽ വളരെ
ഉസ്താദുമാർ ഇത് പെടുത്തുകയാണെങ്കിൽ. സഹോദര, അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ പെടുത്തുന്നതിന് മുമ്പായിട്ട് നിങ്ങളാകും കേൾപ്പിക്കുക. നിങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗം ഉണ്ടല്ലോ, അത് നിങ്ങൾ കേൾപ്പിക്കാനുള്ള സകലമാന സൗകര്യങ്ങളും കേരള ഇസ്ലാമിക് ക്ലാസ് റൂം നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. അത് ചെയ്യാത്ത കാലത്തോളം നിങ്ങൾക്ക് അത് ഇനി പറയാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എം ടി ഉസ്താദിന്റെ ആ പ്രസംഗം കേൾപ്പിക്കാനുള്ള സകല സാഹചര്യങ്ങളും സൗകര്യങ്ങളും കേരള ഇസ്ലാമിക് ക്ലാസ് റൂം നിങ്ങൾക്ക് ചെയ്തു തരുന്നു. അതുകൊണ്ട് ഇനി നിങ്ങൾ മൈക്കെടുക്കുമ്പോൾ ഉസ്താദിന്റെ ആ പ്രസംഗം കേൾപ്പിക്കുകയാണ് വേണ്ടത്. അസ്സലാമു അലൈക്കും. ഇങ്ങനെയുള്ള തെറ്റായ പ്രചരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആലുവക്കാരുടെയും അതുപോലെയുള്ള പിഴച്ച തരീക്കത്തുകളുടെയും പ്രസ്ഥാനങ്ങളുടെയും സാധാരണ പ്രവർത്തനമാണ്. കാരണം ആശയപരമായി സമസ്തയുടെ എതിർപ്പിനെ മറികടക്കാൻ സാധിക്കാതെ വന്നപ്പോൾ കലിമത്ത് തൗഹീദിനെ തെറ്റായി ചിത്രീകരിച്ചു, കലിമത്ത് തൗഹീദിനെ വളരെ മോശമായിക്കൊണ്ട് ഉപമിച്ചു എന്നൊക്കെ പറയുമ്പോൾ പൊതുജനങ്ങളെ തങ്ങളുടെ കൂടെ നിർത്താൻ സാധിക്കുമെന്നുള്ള ഒരു ധാരണയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ആലുവക്കാരുടെയും അതുപോലെയുള്ള ആളുകളുടെയും ഇങ്ങനെയുള്ള പ്രചരണങ്ങളെല്ലാം വരുന്നത്. യഥാർത്ഥത്തിൽ സമസ്ത കേരള ജമിഅത്തുൽ ഉലമ ഇവിടെ രൂപീകരിക്കപ്പെടുന്നതും സമസ്ത ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും ഇങ്ങനെയുള്ള കെലിമയെ എതിർക്കുന്ന, കെലിമയെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന, അതിന് യാതൊരു മഹത്വവും കാണാത്ത വഹാബികളെയും അതുപോലെ തന്നെ തെറ്റായ തരീഖത്തുകാരെയും വിമർശിക്കുവാനും അവരുടെ ആശയങ്ങളുടെ പൊള്ളത്തരങ്ങൾ, ആദർശങ്ങളുടെ പൊള്ളത്തരങ്ങൾ സമൂഹത്തിന് തുറന്ന് കാണിച്ചു കൊടുക്കുവാനും വേണ്ടിയാണ്. അപ്പൊ തീർച്ചയായും ആശയപരമായി സമസ്തയുടെ മുന്നിൽ മുട്ടുകുത്തുമ്പോൾ അവരുടെ പക്കൽ നിന്ന് ഇങ്ങനെയുള്ള പ്രചരണങ്ങളെല്ലാം സ്വാഭാവികമാണ്. അങ്ങനെയുള്ളൊരു പ്രചരണം മാത്രമാണ് ബഹുമാനപ്പെട്ട എം ടി ഉസ്താദ് കലിമത്ത് തൗഹീദിനെ കുറിച്ച് പറഞ്ഞു എന്ന് പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞ കാര്യം. അതല്ലാതെ അതിൽ യാതൊരു വസ്തുതയുമില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് അങ്ങനെ പറയില്ല, പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ സാധ്യമല്ല. കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ സാധ്യമല്ല. പിന്നെ ഒരു പ്രസംഗത്തിന്റെ ആദ്യ ഭാഗവും ശേഷമുള്ള ഭാഗവും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് അതിന്റെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ അതിന്റെ ചില വാക്കുകളെ മാത്രം അടർത്തിയെടുത്തുകൊണ്ട് ഈ രൂപത്തിലൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ അത് തീർച്ചയായും അത് കടുത്ത അനീതിയാണ്, അക്രമമാണ് എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ സാധിക്കൂ. ഹലോ ഉസ്താദ്, ഒരു ചോദ്യം കൊണ്ട് പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൈ പ്രവാചകന്മാരെ ആരെങ്കിലും മരണപ്പെട്ട പ്രവാചകന്മാരാരെങ്കിലും വിളിച്ച് പ്രാർത്ഥിച്ചതായിട്ട് തെളിയിക്കാമോ എന്ന് ചോദിക്കും. അങ്ങനെ എന്തെങ്കിലും ഹലോ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻകഴിഞ്ഞ ഏതെങ്കിലും പ്രവാചകന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചതായി തെളിയിക്കാൻ സാധിക്കുമോ എന്ന് ഏതൊരു വഹാബി ചോദിച്ചു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ചോദ്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, പ്രാർത്ഥന എന്ന വാക്കിനെ യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ആലോചിക്കാതെ, അതല്ലെങ്കിൽ സുന്നികളുടെ വാദം എന്താണെന്ന് ശ്രദ്ധിക്കാതെ സ്ഥാനത്തും അസ്ഥാനത്തും ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ വളരെ വസ്വാസം ഉണ്ടാക്കുന്ന, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് പൊതുവെ വഹാബികൾ സ്വീകരിക്കുന്നത്. നാം പറയുന്നത് മഹാന്മാരായ ആളുകളെ സഹായത്തിന് വേണ്ടി വിളിക്കുക. സഹായത്തിന് വേണ്ടി വിളിക്കുക എന്നതും പ്രാർത്ഥന എന്നതും വളരെ വ്യത്യാസമുണ്ട്. പ്രാർത്ഥന എന്നതിന് സഹായാർത്ഥന എന്ന് അർത്ഥമുണ്ടെങ്കിലും, ഭാഷാപരമായി അങ്ങനെ അർത്ഥമുണ്ടെങ്കിലും, പൊതുവെ പ്രാർത്ഥന എന്ന വാക്കിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവമായി കണക്കാക്കുന്ന വസ്തുവിനോട് നടത്തുന്ന അഭ്യർത്ഥനയെക്കുറിച്ചാണ്, അർത്ഥനയെക്കുറിച്ചാണ്. ആ നിരക്ക് ഒരിക്കലും മഹാന്മാരായ ആളുകളോട് പ്രാർത്ഥിക്കുക എന്ന സംഗതി സുന്നികൾ ചെയ്യുന്നില്ല, അത് പറ്റുമെന്ന് വിശ്വസിക്കുന്നുമില്ല. വെറും സഹായം തേടുക എന്ന അർത്ഥത്തിലാണെങ്കിൽ അത് അനുവദനീയമാണ്. വഹാബികൾ പറയുന്നത് പോലെ ശിർക്കല്ല എന്നതാണ് നമ്മുടെ വാദം. പൊതുവെ വഹാബികൾ ചെയ്യാറുള്ളത് അള്ളാഹു അല്ലാത്ത മറ്റാരോടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഈ പ്രാർത്ഥന എന്ന വാക്ക് എന്തർത്ഥത്തിൽ കേട്ടില്ലല്ലോ, ഒന്നും മനസ്സിലായില്ല. ഒന്ന് പറഞ്ഞു. അതിന്റെ കൂടെ ഒരു ചോദ്യം കൂടി ഞാൻ കൂട്ടി ചോദിക്കട്ടെ. പിന്നെ നമ്മളിപ്പോ എവിടെയെങ്കിലും വീഴാൻ പോകുന്ന സമയത്ത് അങ്ങനത്തെ ആപത്ത് വരുന്ന സമയത്ത് നമ്മൾ ഒറ്റ മൊഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ അവർ നേരിട്ടുള്ളതായിട്ട് ചോദ്യം പോലെ അത് അങ്ങനെ വിളിക്കാൻ പാടുണ്ടോ
പാടില്ല എന്ന് പറഞ്ഞു തന്നാലും വലിയ ഉപകാരം. അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻകഴിഞ്ഞ ഏതെങ്കിലും മഹാത്മാക്കളോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇവിടെ ആദ്യം പ്രാർത്ഥന എന്ന വാക്കിനെ ഏതർത്ഥത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. വെറും ഒരു സഹായാർത്ഥന എന്ന അർത്ഥത്തിലാണ് പ്രാർത്ഥന എന്ന വാക്കിനെ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ സഹായാർത്ഥന നടത്തിയിട്ടുണ്ടോ? ഇതിനെക്കുറിച്ച് ആലോചിക്കാം. അതല്ല, പ്രാർത്ഥന എന്ന വാക്കിന് സഹായാർത്ഥന എന്ന അർത്ഥമുണ്ടെങ്കിലും ഭാഷാപരമായി അങ്ങനെ അർത്ഥമുണ്ടെങ്കിലും സാധാരണ പൊതുവെ അതിനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവമായി വിശ്വസിക്കപ്പെടുന്ന വസ്തുവിനോട് നടത്തുന്ന, ശക്തിയോട് നടത്തുന്ന അഭ്യർത്ഥനയെക്കുറിച്ചാണ്, അർത്ഥനയെക്കുറിച്ചാണ്. ആ അർത്ഥത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന ചോദ്യമെങ്കിൽ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ചെയ്തിട്ടില്ല. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നതിന്റെ ആകെ താല്പര്യം തന്നെ മറ്റുള്ളവരെ ദൈവമായി വിശ്വസിച്ചുകൊണ്ട്, ഇലാഹായി വിശ്വസിച്ചുകൊണ്ട് അവരോട് ഒന്നും ചോദിക്കാൻ പാടില്ല എന്ന് പറയാനായിരുന്നു. വെറും സഹായാർത്ഥന എന്ന അർത്ഥത്തിലാണെങ്കിൽ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് ആലോചിക്കാം. ഇനി രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതിന്റെ, എന്ന് പരതേണ്ടതിന്റെ ആവശ്യം എന്താണ്? ദീനിൽ ഒരു വിഷയം സ്ഥിരപ്പെടാനാണെങ്കിൽ, ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്ന് അറിയാനാണെങ്കിൽ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫിഅലിൽ തന്നെ, പ്രവർത്തനത്തിൽ തന്നെ ഉണ്ടാവണമെന്നില്ല. ഇതിനർത്ഥം ഈ കാര്യം നബി തങ്ങൾ ചെയ്തിട്ടില്ല എന്നല്ല. ദീനിൽ ഒരു കാര്യം അംഗീകരിക്കപ്പെട്ടതാണ്, അനുവദിക്കപ്പെട്ടതാണ് എന്ന് പറയണമെങ്കിൽ അത് നബിയുടെ പ്രവർത്തനത്തിൽ തന്നെ ഉണ്ടാകണമെന്നില്ല. ദീനിന്റെ പ്രമാണങ്ങളിൽ നിന്ന്, ഉസൂലിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രമാണം കൊണ്ട് തെളിഞ്ഞാൽ പിന്നെ മറ്റൊരു പ്രമാണത്തിൽ ആ വിഷയമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതില്ല. ഇതാണ് ഈ വിഷയത്തിന്റെ വസ്തുത. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ നടത്തിയിട്ടുണ്ടോ? തീർച്ചയായും ഹദീസുകൾ പരിശോധിക്കുമ്പോൾ അങ്ങനെ ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ വിഷയാവതരണത്തിൽ തന്നെ ആ വിഷയമായിരുന്നല്ലോ ഇവിടെ സംസാരിച്ചത്. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ഇവിടുത്തെ തഫ്സീറിൽ ഉദ്ധരിച്ച ഒന്നിലധികം ഹദീസുകൾ, അതിലെല്ലാം തന്നെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ കലിമാത്തിനോട് കാവലിനെ തേടിയിരുന്നു എന്നാണ്. ഈ കലിമാത്ത് ഏതാണെന്ന് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം റാസി തന്നെ വിശദീകരിച്ചു. അർവാഹുൻ ആലിയത്താണ്, അർവാഹുൻ മുഖദ്ദസത്താണ്, അതായത് പരിശുദ്ധാത്മാക്കളാകുന്നു. ആ പരിശുദ്ധാത്മാക്കളോട് സഹായം തേടുക, കാവലിനെ തേടുക എന്ന കാര്യം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹദീസുകളിൽ നിന്ന് ആ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി മറ്റൊന്ന്, വീഴാൻ പോകുന്ന സമയത്ത് അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സമയത്ത് മുഹിദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് പറയാൻ പറ്റുമോ? ഇത് പറയാൻ പറ്റും എന്ന് സുന്നികൾ പറയുന്നു. ഇങ്ങനെ പറഞ്ഞാൽ ഇതിന്റെ പേരിൽ മുശ്രിക്കാകുമെന്ന് വഹാബികളും പറയുന്നു. പക്ഷേ ഹദീസുകൾ പരിശോധിക്കുമ്പോഴും ആയത്തുകൾ പരിശോധിക്കുമ്പോഴും ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോഴും ഇത് തെറ്റായ വാദമാകുന്നു, തെറ്റായ പറച്ചിലാകുന്നു എന്നതിന് യാതൊരു തെളിവും കാണാൻ സാധ്യമല്ല. മാത്രമല്ല, ബഹുമാനപ്പെട്ട അയിമ്മത്ത് ഈ കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം റംലി റളിയല്ലാഹുവിനോട് ചോദിച്ചൊരു ചോദ്യം, എന്തെങ്കിലും ശദായിദ്, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ യാ ഷെയ്ഖ് ഫുലാൻ എന്ന് ഒരു മനുഷ്യന് വിളിച്ചാൽ അത് അനുവദനീയമാണോ അല്ലേ, മരണശേഷം അവർക്ക് സഹായിക്കാൻ സാധിക്കുമോ ഇല്ലേ എന്ന് ഇമാം റംലിയോട് ചോദിച്ചപ്പോൾ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം റംലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇങ്ങനെയുള്ള ഈ വിളി അത് അനുവദിക്കപ്പെട്ടതാകുന്നു, അവരുടെ വഫാത്തിന് ശേഷം അവർക്ക് സഹായിക്കാൻ സാധിക്കും എന്നൊക്കെ ബഹുമാനപ്പെട്ട ഇമാം റംലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി അവിടുത്തെ ഫത്താവയിൽ ഉദ്ധരിക്കുന്നുണ്ട്. മാത്രമല്ല, ഇങ്ങനെയുള്ള പല സംഭവങ്ങളും ഹദീസുകളിലും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് വീഴാൻ പോകുന്ന സമയത്താണെങ്കിലും മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സമയത്താണെങ്കിലും ഒരു ഷെയ്ഖിന്റെ, ഒരു വലിയന്റെ പേര് വിളിച്ചുകൊണ്ട് കാക്കണേ, രക്ഷിക്കണേ എന്നൊക്കെ പറയൽ അത് വഹാബികൾ പറയുന്നതുപോലെ ശിർക്കോ കുഫറോ ഒന്നുമല്ല. അത് തൗഹീദിന് വിരുദ്ധമായ കാര്യമല്ല. ഹദീസുകളും പ്രമാണങ്ങളും ആ കാര്യത്തെ ശരിവെച്ചിട്ടുണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുവന്ദരായ ഗഫൂർ അൻവർ ഉസ്താദിന്റെ ക്ലാസ് കൂടുതലധികം ശ്രദ്ധിക്കുന്ന ഒരു പഠിതാവാണ് ഞാൻ. വളരെ കാര്യങ്ങളൊക്കെ ഉസ്താദിന്റെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പൊതുവെ എല്ലാവിധ സംശയങ്ങളും ഉസ്താദ് ജാമ്യവും മാന്യവുമായി തന്നെ ഉത്തരം പറയലുണ്ട്. ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് തീർക്കാനും സാധിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് ഈ തൗഹീദിനെ കുറിച്ച് ഞാൻ ആ പണ്ഡിതന്റെ പേര് പറയാൻ തന്നെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നില്ല. പക്ഷെ അത് വേറെ ഒരാൾ പറഞ്ഞതിൽ അങ്ങനെ ആ രീതിയിൽ പേര് പറഞ്ഞ ആയതിൽ നമുക്ക് വിഷമമുണ്ട്. ഞാൻ അതൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല.
മറിച്ച് ആ ഒരു പണ്ഡിതൻ എന്ന് പറഞ്ഞു നിർത്താനാണ് ഞാൻ ഉദ്ദേശം. ഏതാണെങ്കിലും ഉസ്താദ് ഇത്ര വിശദീകരിച്ച നിലയ്ക്ക് ഞാൻ ഉസ്താദിനോട് ചോദിക്കുന്നു, സാധാരണഗതിയിൽ ഏതൊരു സംശയത്തിന് വളരെ നല്ല നിലയിൽ വളരെ കിതാബ് ഉദ്ധരിച്ച് അല്ലെങ്കിൽ ഖുർആൻ ഹദീസ് ഉദ്ധരിച്ച് ജാമ്യമാന്യമായ ഉത്തരം പറയുന്ന ബഹുമാന്യരായ ഉസ്താദിനോട് ഞാൻ ചോദിക്കുകയാണ്, എന്താണ് ഈ ആലുവ ത്വരീഖത്തിനെ സമസ്ത ഇത്ര വിശദമായിട്ട് എതിർക്കാനുള്ള വളരെ ജാമ്യവും മാന്യമായ ഖുർആന് ഹദീസ് ഇജ്മാ ഖിയാസ് ഈ 4 ഉസൂലിയായ ഈ 4 തെളിവുകൾ ഏതെങ്കിലും ഒരു തെളിവ് ഉദ്ധരിച്ചുകൊണ്ട് ഏത് നിലക്കാണ് ശരീഅത്തിന് ആലുവ ത്വരീഖത്തിലുള്ള വൈരുദ്ധ്യം എന്ന് ഉസ്താദ് വിശദീകരിച്ചാൽ. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആലുവ തരീഖത്തിനെ കുറിച്ച് തീരുമാനം പറഞ്ഞു. ആലുവ തരീഖത്തിനെ കുറിച്ച് തീരുമാനം പറഞ്ഞത് ഒരുപാട് കാലത്തെ പഠനത്തിന് ശേഷം, അന്വേഷണത്തിന് ശേഷമായിരുന്നു. സമസ്ത ആലുവ തരീഖത്തിനെ കുറിച്ച് ആ തീരുമാനമെടുത്തിട്ടുള്ളത്. എന്താണ് പ്രശ്നം എന്നുള്ളതാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആലുവ തരീഖത്ത് തെറ്റാണ്, അത് ശരിയായ തരീഖത്തല്ല എന്ന് പറയാൻ ഒരുപാട് കാരണങ്ങൾ എണ്ണി പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ ഒരു പണ്ഡിത സഭ എടുത്ത ആ തീരുമാനത്തിന് അവർ വിശദീകരിച്ച കാരണങ്ങൾ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. പക്ഷെ അത്രമാത്രം നമുക്ക് ആലുവ തരീഖത്തിലുള്ള പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളമൊന്നും ചിന്തിക്കേണ്ടതില്ല. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളമൊന്നും ചിന്തിക്കേണ്ടതില്ല. കാരണം ആലുവ തരീഖത്തിന്റെ ഷെയ്ഖ് ആരാണെന്നും അദ്ദേഹത്തിന്റെ യോഗ്യത എന്താണെന്നും അദ്ദേഹത്തിന്റെ നടപ്പു രീതികൾ എന്താണെന്നുമെല്ലാം പരിശോധിച്ചാൽ തന്നെ, മനസ്സിലാക്കിയാൽ തന്നെ ആലുവ തരീഖത്ത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഒരുപക്ഷെ ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ വിശദീകരിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അതൊക്കെ അങ്ങനെ പറയുക എന്നുള്ളത് ഒരു വ്യക്തിയെക്കുറിച്ചോ മറ്റോ അങ്ങനെ പറയുക എന്നുള്ളത് പലപ്പോഴും ഒരു പ്രയാസം ഉണ്ടാക്കുന്ന സംഗതിയാണല്ലോ. ഞാൻ പറഞ്ഞ വിഷയം, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആലുവ തരീഖത്തിനെ കുറിച്ച് തീരുമാനമെടുത്തു. നമുക്കറിയാമല്ലോ, ഒരുപാട് കാലം വളരെ വ്യക്തമായി അതിനെ നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്തതിന് ശേഷമായിരുന്നു സമസ്ത ആലുവ തരീഖത്തിനെ കുറിച്ച് തീരുമാനമെടുത്തത്. മാത്രമല്ല, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ ആലുവ തരീഖത്ത് തെറ്റാണ്, അത് മോശമാണ് എന്ന് തീരുമാനമെടുത്താൽ തീർച്ചയായും ആളുകൾ, ആലുവ തരീഖത്തിന്റെ പക്ഷത്തുള്ള ആളുകൾ, അവർ സമസ്തയുമായി സഹകരിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആലുവ തരീഖത്തിനെ കുറിച്ച് തീരുമാനമെടുത്തു. ആലുവ തരീഖത്തിനെ കുറിച്ച് തീരുമാനമെടുത്തത് ഒരുപാട് കാലം അതിനെ പഠിക്കുകയും അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷമാണ്. മാത്രമല്ല, ആലുവ തരീഖത്ത് അത് തെറ്റായ തരീഖത്താണ് എന്ന് തീരുമാനമെടുക്കുമ്പോൾ ആലുവ തരീഖത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ അന്ന് സമസ്തയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരോ അതല്ലെങ്കിൽ സമസ്തയുടെ അനുഭാവികളോ ആയിരുന്നു. അഥവാ ആലുവ തരീഖത്ത് തെറ്റായ തരീഖത്താകുന്നു എന്ന് തീരുമാനമെടുക്കുകയാണെങ്കിൽ സംഘടനാപരമായി ഒരു സംഘടന എന്ന നിലക്ക് ക്ഷീണം സംഭവിക്കുക തീർച്ചയായും സമസ്തക്ക് തന്നെയാണ്. കാരണം അന്ന് അതിലുള്ള ആളുകളൊക്കെ, പൊതുവെ അതിലുള്ള ആളുകളൊക്കെ അവര് AP വിഭാഗം അല്ല, സമസ്തയുടെ ആളുകളും സമസ്തയുടെ പ്രവർത്തകരോ സമസ്തയുടെ പ്രചാരകരോ അനുഭാവികളോ ആണ്. പൊതുവെ അതിൽ AP വിഭാഗത്തിന്റെ ആളുകൾ ഇല്ലായിരുന്നു. ആ നിലക്ക് തന്നെ ഈ തരീഖത്ത് തെറ്റായ തരീഖത്താണ്, മോശമായ തരീഖത്താണ് എന്ന് സമസ്ത തീരുമാനമെടുത്താൽ ഒരു സംഘടന എന്ന നിലക്ക് ക്ഷീണം സംഭവിക്കുന്നത് സമസ്തക്ക് തന്നെയാണ്. കാരണം അതിന്റെ കൂടെ പോകുന്ന ആളുകളൊക്കെ സമസ്തയുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളായതുകൊണ്ട് സമസ്തക്ക് സംഘടന എന്ന നിലക്ക് അതിന് ക്ഷീണം. ഏതായിരുന്നാലും 4, 5, 10 വ്യക്തികളാണെങ്കിലും അതിന്റെ കുറവ് സംഭവിക്കുമല്ലോ. പക്ഷേ അങ്ങനെയുള്ള സംഘടനാപരമായ ക്ഷീണം ഒന്നും തന്നെ പരിഗണിക്കാതെ സംഘടനയെക്കുറിച്ച്, ആ തരീഖത്തിനെ കുറിച്ച് തീരുമാനം വരുമ്പോൾ തന്നെ നമുക്ക് സാധാരണക്കാരായ ആളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയം മനസ്സിലാക്കാം. അഥവാ എന്തെങ്കിലും ഒരു ചാൻസ്, അത് തെറ്റല്ല എന്ന് പ്രഖ്യാപിക്കുവാനുള്ള എന്തെങ്കിലും ഒരു ചാൻസ് സമസ്തക്കുണ്ടെങ്കിൽ അത് സമസ്ത ഉപയോഗപ്പെടുത്തുമായിരുന്നു. കാരണം
ആ തരീക്കത്തിന്റെ കൂടെ വിട്ടുപോകുന്ന ആളുകൾ, സമസ്തയിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന ആളുകൾ സമസ്തയുടെ ആളുകളാണ്. ആ നിലക്ക് തന്നെ ഒരു സംഘടന എന്ന നിലക്ക് എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ ആ ചാൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് നല്ല തരീക്കത്താണ്, തെറ്റല്ല എന്ന് പറയലായിരിക്കും ഒരു സംഘടന എന്ന നിലക്ക് സമസ്തക്ക് നല്ലത്. പക്ഷെ അതൊന്നും സമസ്ത പരിഗണിച്ചില്ല, ആ തരീക്കത്ത് മോശമാകുന്നു എന്ന് പറഞ്ഞു. ഇനി അതിന് ഒരുപാട് കാരണങ്ങളും സമസ്ത വിശദീകരിച്ചിരുന്നു. നമുക്ക് ആ വക വിഷയങ്ങളിലേക്കൊന്നും യഥാർത്ഥത്തിൽ കടക്കേണ്ടതില്ല. ആലുവ തരീക്കത്തിലുള്ള പോരായ്മ എന്താണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ആലുവ തരീക്കത്തിന്റെ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ. ആരാണ് യൂസുഫ് സുൽത്താൻ? യൂസുഫ് സുൽത്താന്റെ മുൻകാല ചരിത്രം എന്താണ്? തരീക്കത്തിന്റെ ഷെയ്ഖായി അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങൾ എന്തെല്ലാമാണ്? സമസ്തയുടെ തീരുമാനം വന്നതിന് ശേഷം യൂസുഫ് സുൽത്താന്റെ നിലപാടുകൾ എന്താണ്? ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചാൽ തന്നെ, അറിഞ്ഞാൽ തന്നെ അദ്ദേഹം ഒരു ഷെയ്ഖാവാൻ പോയിട്ട് ഒരു ഷെയ്ഖിന്റെ മുരീദാവാൻ പോലും ഒരിക്കലും യോഗ്യനല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഈ വിഷയം വേണമെങ്കിൽ കൂടുതൽ വിശദീകരിക്കാം. ഒരു വ്യക്തി ആരാണ് ആ വ്യക്തി എന്ന് വിശദീകരിച്ചാൽ തന്നെ, ആരാണ് ആ വ്യക്തി, എന്താണ് ആ വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് വിശദീകരിച്ചാൽ തന്നെ കാര്യം മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അപ്പൊ ആ നിലക്ക് ഏത് കിതാബിൽ, ഏത് പേജിൽ, ഏത് ഇമാം പറഞ്ഞു എന്നൊന്നും അന്വേഷണം ആലുവ തരീക്കത്തിനെ സംബന്ധിച്ചിടത്തോളം നടത്തേണ്ടതില്ല. യഥാർത്ഥ ചില സംഘടനകൾ, ചില തരീക്കത്തുകൾ വ്യക്തിപരമായ ഇത്തരം സംഗതികളൊന്നും കാണാതിരിക്കുമ്പോൾ അവിടെ ആശയത്തിലേക്കും ആദർശത്തിലേക്കും എല്ലാം കടന്നുകൊണ്ട് സംസാരിക്കേണ്ടി വരും. പക്ഷെ ആലുവ തരീക്കത്തിനെ സംബന്ധിച്ചിടത്തോളം, യൂസുഫ് സുൽത്താൻ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന തരീക്കത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ തരീഖ് തെറ്റാണെന്ന് പ്രഖ്യാപിക്കുവാൻ ആ നിലക്കൊന്നും ചിന്തിക്കേണ്ടതില്ല. അദ്ദേഹം ആരാണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ കാര്യം തീരും. ഇൻഷാ അല്ലാഹ് ഒരുപക്ഷെ വിശദീകരണം ആവശ്യമുണ്ടാകും. പരമാവധി ഇത്തരം വിശദീകരണങ്ങൾ ഒഴിവാക്കലായിരിക്കും നല്ലത്. എല്ലാവർക്കും ആ കാര്യം ബോധ്യപ്പെടുമല്ലോ. ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ നമുക്ക് കിതാബിന്റെ അടിസ്ഥാനത്തിലും അല്ലാതെ നമുക്ക് ആ വിഷയങ്ങൾ വിശദീകരിക്കാം. സത്യമായി മനസ്സിലാക്കാൻ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നില്ലേ? എനിക്കുള്ള ഒരു സംശയം എന്താണെന്ന് വെച്ചാല്, ഇതിക്ക് ഹൽക്കയിൽ പങ്കെടുക്കാൻ വേണ്ടി ചിലത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി പോകുന്നുണ്ട്. ആ പെണ്ണുങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് റൂമൊക്കെ ഉണ്ട് അവിടെ, ആണുങ്ങൾക്ക് ഇരിക്കാൻ സെപ്പറേറ്റ് റൂമുണ്ട്. അങ്ങനെ നമുക്ക് പോകാൻ പറ്റുമെന്നുള്ളതാണ്. മറ്റൊന്ന് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ നാട്ടില് തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങൾ ഒരുമിച്ച് വിടുന്ന സ്ഥലത്ത് ഒരു കുട്ടിനെ, ഒരു മുസ്ലിം കുട്ടിനെ ഇമാമായിട്ട് നിർത്തുന്നു. അപ്പൊ ആ കുട്ടിനെ നിർത്തുന്നതിലും ശ്രേഷ്ഠത ഒരു പെണ്ണിന് നിൽക്കണാണോ, അല്ലെങ്കിൽ ആ കുട്ടിനെ ഇഫായ ഒരു കുട്ടിനെ നിർത്തലാണോ ശ്രേഷ്ഠത എന്നുള്ള? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ട് വിഷയങ്ങളാണ് ഇവിടെ സഹോദരൻ ചോദിച്ചത്. ഒന്ന്, ദിക്ർ ഹൽക്കയിലേക്ക് സ്ത്രീകളും പുരുഷന്മാരും പോകുന്നു. അവർക്ക് ഇരു കൂട്ടർക്കും ഇരിക്കാൻ വേറെ വേറെ സ്ഥലങ്ങളുണ്ട്. എങ്കിൽ പിന്നെ പ്രശ്നങ്ങളില്ല. ദിക്ർ ഹൽക്കക്കാവട്ടെ മറ്റേത് സംഗതികൾക്കാവട്ടെ അന്യ സ്ത്രീകൾ അന്യ പുരുഷന്മാരെ കാണലും അന്യ പുരുഷന്മാർ അന്യ സ്ത്രീകളെ കാണലും അവർ പരസ്പരം സംസാരിക്കലും ഇതെല്ലാം തന്നെ ഇസ്ലാം വളരെ കർശനമായി വിലക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള സ്ഥിതി എവിടെ ഉണ്ടായിരുന്നാലും അത് അംഗീകരിക്കപ്പെടാവുന്നതല്ല. അപ്പൊ അങ്ങനെയുള്ള കൂടിക്കലരലോ അനിസ്ലാമികമായ തരത്തിലുള്ള നീക്കങ്ങളോ ഇല്ലാതിരിക്കുകയാണെങ്കിൽ ദിക്ർ ഹൽക്കകളും സലാത്ത് മജ്ലിസുകളും അതിലെല്ലാം തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമെല്ലാം പങ്കെടുക്കാവുന്നതാണ്. പിന്നെ മറ്റൊന്ന്, തറാവീഹിന്റെ ഇമാമായിക്കൊണ്ട്, സ്ത്രീകളുടെ തറാവീഹിന്റെ ഇമാമായിക്കൊണ്ട് പിന്നെ കുട്ടികളെ, ആണുങ്ങളാകുന്ന പുരുഷന്മാരെ ഇമാമ നിർത്താൻ പറ്റുമോ? സ്ത്രീകളുടെ ജമാഅത്തിന് സ്ത്രീകൾ ഇമാമാവൽ തന്നെയാണ് ഏറ്റവും നല്ലത്. സ്ത്രീകളുടെ ജമാഅത്തിന് സ്ത്രീകൾ തന്നെ ഇമാമ നിൽക്കലാണ് ഏറ്റവും നല്ലത്. ഇനി സ്ത്രീകളുടെ ജമാഅത്തിന് ഒരു കുട്ടി ഇമാമായത്, ഒരു ആൺകുട്ടി ഇമാമായതുകൊണ്ട് യാതൊരു തകരാറുമില്ല. അതേസമയത്ത് ഈ കുട്ടിയുടെ ശബ്ദം കേട്ടുകൊണ്ട് അതല്ലെങ്കിൽ ഈ കുട്ടിയെ കണ്ടുകൊണ്ട് ഹറാമായ സംഗതികൾ, ഹറാമായ രീതിയിലുള്ള കേൾക്കൽ, ഹറാമായ രീതിയിലുള്ള സംസാരങ്ങൾ,
ഇതിലെന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് തറാവീഹിന്റെ ഇമാമത്തിലാണെങ്കിലും മറ്റേത് സംഗതികളിലാണെങ്കിലും അതൊന്നും പാടില്ലാത്ത കാര്യമാണ്. അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഇല്ല എങ്കിൽ സ്ത്രീകളുടെ ജമാഅത്തിന് ഒരു ആൺകുട്ടി ഇമാമ് നിൽക്കുന്നത് കൊണ്ട് തകരാറില്ല. എന്നാൽ സ്ത്രീകളുടെ ജമാഅത്തിന് സ്ത്രീകൾ തന്നെ ഇമാമായി നിൽക്കലാണ് ഏറ്റവും നല്ലത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ ഓക്കെ. ഇവിടെ ബാവ 2010-8 എന്നുള്ള ഐ ഡി എന്നൊരു സുഹൃത്ത് തരീഖത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പ്രാമാണികമായി മറുപടി ആയിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അതിന് പകരം ഇവിടെ ഷെയ്ഖിന്റെ നടപ്പും ഇരിപ്പും ഒക്കെ ശ്രദ്ധിച്ചാൽ തന്നെ അറിയും എന്ന രീതിയിലുള്ള ചില യുക്തിവാദങ്ങളാണ് സമർത്ഥിച്ചിരിക്കുന്നത്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ആ വിശദീകരണം നിന്ന് പൂർണ്ണമായും. അസ്സലാമു അലൈക്കും. പിന്നെ വാട്ട് വൈ എന്ന് പറഞ്ഞ സുഹൃത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക. കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇന്നൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. നാളെ ചേകനൂര് വന്നിട്ട് ഞാൻ ഒരു മുറബ്ബിയായ ഷെയ്ഖാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹം കൊടുക്കുന്ന ദിക്റുകൾ എന്താണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റുള്ള കാര്യങ്ങൾ എന്താണ് എന്ന കാര്യങ്ങളൊക്കെ വിശാലമായി ചർച്ച ചെയ്യണോ? ഒരാൾ ഇന്നതാണ് എന്ന് മനസ്സിലാക്കിയ അയാൾക്ക് അതിന് യോഗ്യത തന്നെ ഇല്ലാത്ത ഒരാൾ പറഞ്ഞാൽ പിന്നെ അതിനെ ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നാണ് ഉസ്താദ് പറഞ്ഞത്. യോഗ്യത തന്നെ ഇല്ലാത്ത ഒരാള്, ഒരു യോഗ്യതയൊക്കെയുള്ള ഒരു മുമ്പൊന്നും ആരും ഒരു പ്രശ്നങ്ങളും കേട്ടിട്ടില്ല, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നാട്ടിൽ ചെന്ന് അന്വേഷിച്ചാലും അദ്ദേഹത്തിന്റെ ജീവിതവും ബാക്ക്ഗ്രൗണ്ടും അദ്ദേഹം ജീവിക്കുന്ന ചുറ്റുപാടുകളും ഒന്നും ഒരു പ്രശ്നങ്ങളില്ലെങ്കിൽ മാത്രം അടുത്ത കാര്യങ്ങൾ ചർച്ച ചെയ്താൽ മതി. ഇത് ഇങ്ങനെ ചർച്ച ചെയ്യേണ്ട വിഷയത്തിലേക്ക് എടുക്കാൻ പോലും യോഗ്യതയില്ലാത്ത ഒരാള് എന്ന നിലക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ട ആവശ്യം ഇല്ല എന്നാണ് ഉസ്താദ്, ബഹുമാനപ്പെട്ട ഗഫൂർ അൻവരി ഉസ്താദ് ഇത്ര നേരം സൂചിപ്പിച്ചത്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ അതോ മനസ്സിലായിട്ടും മനസ്സിൽ ആകാത്ത പോലെ കാണിക്കുകയാണോ എന്നറിയില്ല. ഇതാരും ബഹുമാനപ്പെട്ട ഉസ്താദ് തന്നെ മൈക്കിൽ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഹലോ, ബഹുമാനപ്പെട്ട സുന്നീസം പറഞ്ഞതുപോലെ പ്രാമാണികമായ ഒരു മറുപടി, ഈ പ്രാമാണികമായ മറുപടി എന്നതുകൊണ്ട് എന്തുദ്ദേശിച്ചു എന്നറിയില്ല. ഇന്ന കിതാബ് ഇന്ന ഇമാമ് ഇത്രാമത്തെ പേജിൽ എന്നൊക്കെയുള്ള വിശദീകരണമാണോ ഉദ്ദേശിച്ചത്? എന്നാൽ അങ്ങനെയുള്ള വിശദീകരണങ്ങളോ വിവരണങ്ങളോ ഒട്ടും ഈ വിഷയത്തിൽ പ്രസക്തമല്ല. അതിനർത്ഥം ആലുവ തരീഖത്തിന്റെ ആശയങ്ങൾ പരിപൂർണമായും ശരീഅത്തിനോട് യോജിക്കുന്നതാണ് എന്നതല്ല. മറിച്ച് ഒരു തരീഖത്ത് തെറ്റാണോ ശരിയാണോ എന്ന് മനസ്സിലാക്കുവാൻ ഒരുപാട് വഴികളുണ്ട്. അതിൽപ്പെട്ട പ്രഥമ മാർഗമാണ് ആ തരീഖത്തിന് ആര് നേതൃത്വം കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കൽ. ഇവിടെ ആലുവ തരീഖത്തിന് നേതൃത്വം കൊടുക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ യൂസുഫ് സുൽത്താനാണ്. യൂസുഫ് സുൽത്താൻ ആരാണെന്നും അദ്ദേഹത്തിന് ഒരു തരീഖത്തിന് നേതൃത്വം കൊടുക്കാൻ യോഗ്യതയുണ്ടോ എന്നും മനസ്സിലാക്കുമ്പോൾ തന്നെ ആലുവ തരീഖത്തിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന വിഷയം മനസ്സിലാക്കാൻ സാധിക്കും. ഇനി കിതാബ് ഇന്ന ഇമാമ് എന്നൊരു വിശദീകരണം ഒന്നും യഥാർത്ഥത്തിൽ ആലുവ തരീഖത്തിന്റെ വിഷയത്തിൽ ആവശ്യമില്ല. ഇത് യൂസുഫ് സുൽത്താൻ തരീഖത്ത് രൂപീകരിക്കുന്നതിന്റെ അതല്ലെങ്കിൽ തരീഖത്തിന്റെ ശൈഖ്വാദവുമായി കൊണ്ട് വരുന്നതിന് മുമ്പുള്ള സംഭവങ്ങളല്ല. അദ്ദേഹം തരീഖത്തിന്റെ ശൈഖായി വാഴുന്ന സന്ദർഭത്തിലും സമസ്ത എതിർത്ത സന്ദർഭത്തിലും എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങൾ, അദ്ദേഹം എത്രത്തോളം ഒരു തരീഖത്തിന്റെ ശൈഖാവാൻ യോഗ്യനാണ് എന്നൊക്കെ അദ്ദേഹത്തിന്റെ നാട്ടിലും അദ്ദേഹവുമായി ബന്ധമുള്ള ആളുകളോടും ഒക്കെ അന്വേഷിക്കുമ്പോൾ ആ കാര്യം വളരെ വ്യക്തമാകും. ഞാൻ പറഞ്ഞല്ലോ, ഒരു ശൈഖാവാൻ പോയിട്ട് ഒരു ശൈഖിന്റെ മുരീദാവാൻ പോലുമുള്ള യോഗ്യതയില്ലാത്ത വ്യക്തിയാണ് ആ തരീഖത്തിന്റെ ശൈഖായി പറയപ്പെടുന്ന യൂസുഫ് സുൽത്താൻ. അതുകൊണ്ട് ആലുവ തരീഖത്തിനെ കുറിച്ചുള്ള പ്രാമാണികമായ ചർച്ച എന്നത് പ്രസക്തമല്ല. അതിനർത്ഥം പ്രാമാണികമായി നമുക്ക് സമസ്തക്ക് ചർച്ച ചെയ്യാൻ പ്രയാസമുണ്ട് എന്നതല്ല. പ്രാമാണികമായി ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആലുവ തരീഖത്തിനെ കുറിച്ച് തീരുമാനം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തീർച്ചയായും മറ്റേത് തരീഖത്തിന്റെ വിഷയത്തിൽ സംശയം ഉണ്ടായിരുന്നാലും ആലുവ തരീഖത്തിന്റെ വിഷയത്തിൽ ഒരാൾക്കും തന്നെ സംശയം വരാത്ത രീതിയിൽ കാര്യങ്ങൾ വ്യക്തമാകും. കാരണം ആ രൂപത്തിലാണ് അതിന്റെ ഉള്ളിലുള്ള സംഗതികൾ.
ഹലോ, അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് വീണ്ടും ആ ചർച്ച തന്നെ ചെയ്തതുകൊണ്ട് ചോദിക്കുകയാണ്, അങ്ങനെ ആണെങ്കിൽ ഉസ്താദെ, സമസ്ത പറഞ്ഞ 5-8 കാരണങ്ങൾ, അതിൽ നിന്ന് പത്രത്തിൽ വന്ന കാരണങ്ങൾ, നമ്മളതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്ക് ചോദിക്കട്ടെ, ആ പറഞ്ഞ കാര്യങ്ങളിലൊന്നും വ്യക്തിയുടെ വ്യക്തിയിൽ ഇന്നാലിന്ന മോശപ്രവർത്തനമുണ്ട് എന്ന് സമസ്ത പറഞ്ഞിട്ടില്ല എന്ന് വളരെ വ്യക്തമാണ്. സമസ്ത പറഞ്ഞ 2-3 കാരണങ്ങൾ അന്ന് പേപ്പറിൽ വന്ന് നമ്മൾ വായിച്ചത് ഓർമ്മയുണ്ട്. വ്യക്തിയിൽ ഇന്നാലിന്ന ശരീഅത്തിന് വിരുദ്ധമായ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടില്ല എന്ന്. എന്താണ് ഒരു ത്വരീഖത്തിന്റെ ഷെയ്ഖിന്റെ യോഗ്യതകളെല്ലാം കിതാബുകളിൽ ഏത് യോഗ്യതയാണ് ഇല്ലാത്തത് എന്ന് ഉസ്താദ് വിശദീകരിച്ചാലും. അസ്സലാമു അലൈക്കും. തീർച്ചയായും ഞാൻ പ്രതീക്ഷിച്ച ഒരു വിഷയം തന്നെയാണിത്. എന്നാ പിന്നെ അങ്ങനെയാണെങ്കിൽ സമസ്ത തീരുമാനം പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഇങ്ങനെ 8-10 കാരണങ്ങൾ ഓരോന്ന് വിശദീകരിച്ച് കിതാബും കാര്യങ്ങളൊന്നും ഉദ്ധരിക്കേണ്ടുന്ന ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ എന്ന്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് ആലുവ തരീഖത്തിനെ കുറിച്ചാവട്ടെ, മറ്റേത് തരീഖത്തിനെ കുറിച്ചും മറ്റേത് വിഷയങ്ങളെക്കുറിച്ചും തീരുമാനം പറയുമ്പോൾ തീർച്ചയായും സമസ്ത അതിന്റെ ആ ഒരു നടപ്പ് രീതി, പ്രത്യേകിച്ച് അതിന്റെ സംസ്കാരം, ഇതെല്ലാം തീർച്ചയായും പരിഗണിക്കണം. ആ നിലക്ക് ഒരു വ്യക്തിയിലുള്ള കുറവുകൾ ചൂണ്ടിക്കാണിച്ച് പറയുക എന്നുള്ളത് അത് മറ്റ് വഴികളുണ്ടാകുമ്പോൾ പിന്നെ ആ ഭാഗത്തേക്ക് നീങ്ങുക എന്നത് അത്ര നല്ല രീതിയല്ല എന്നുള്ളത് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അപ്പൊ ആ നിലക്ക് ഒരു പ്രസ്ഥാനത്തെ മറ്റൊരു പ്രസ്ഥാനം എതിർക്കുമ്പോൾ അവിടെ ഏറ്റവും നല്ല രീതി ആദർശപരമായ ഏറ്റുമുട്ടലായിരിക്കും, ആശയപരമായ വൈകല്യങ്ങളും കുറവുകളും ചൂണ്ടിക്കാണിക്കലായിരിക്കും. അതാണ് യഥാർത്ഥത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ചെയ്തിട്ടുള്ളത്. ഞാൻ എന്റെ വിശദീകരണത്തിൽ ആദ്യം പറഞ്ഞിരുന്നു, സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആലുവ തരീഖത്ത് എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്നത് മനസ്സിലാക്കുവാനുള്ള മാർഗം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എന്റെ സംസാരം ആരംഭിച്ചത്. സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആലുവ തരീഖത്ത് എന്തുകൊണ്ട് സമസ്ത എതിർക്കുന്നു, ഇത് മനസ്സിലാക്കുവാൻ സാധാരണക്കാരുടെ മുന്നിലുള്ള വഴി, സാധാരണക്കാരുടെ മുന്നിലുള്ള മാർഗം എന്ന നിലക്കാണ് ഞാൻ ആ വിഷയം പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ ഒരു പ്രസ്ഥാനം, പ്രത്യേകിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമ മറ്റൊരു പ്രസ്ഥാനത്തെ എതിരിടുമ്പോൾ അവിടെ ഏറ്റവും അഭികാമ്യമായ, ഏറ്റവും നല്ല രീതി ആശയപരമായ ഏറ്റുമുട്ടലുകളായിരിക്കും. ആ നിലക്കാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇന്നിന്നും കാരണങ്ങളെ കൊണ്ട് ആ തരീഖത്ത് തെറ്റാകുന്നു, ശരിയല്ല എന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പറഞ്ഞിട്ടുള്ളത്. ഹലോ, ഇവിടെ അറിയിച്ചതുപോലെ ഉദ്ദേശിച്ച സമയം ആയിട്ടുണ്ട്. ഇനി നീട്ടിക്കൊണ്ടുപോകൽ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. പക്ഷെ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഒരു കാര്യമായ വിഷയം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അത് ഒരു പക്ഷേ പലരും തെറ്റിദ്ധരിക്കും. കാരണം KICR ആലുവ തരീഖത്തിന്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തരം മുട്ടി എന്നൊക്കെ ഒരു പക്ഷേ പ്രചരണങ്ങൾ ഉണ്ടാവാനും അതല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെയൊക്കെ മനസ്സിലാക്കുവാനും സാധ്യതയുണ്ട്. നാം തുടക്കത്തിൽ തന്നെ പറഞ്ഞ ടൈം ആയതുകൊണ്ട് മാത്രമാണ് നിർത്തുന്നത്. മാത്രമല്ല, എല്ലാ വിഷയങ്ങളിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഏതൊരു ആശയത്തെയാണോ പ്രതിനിധീകരിക്കുന്നത് അതിനെ വിമർശിക്കുന്ന, അതിനോട് യോജിക്കാൻ കഴിയാത്ത ആരൊക്കെയുണ്ടോ അവർ മുജാഹിദുകളോ ജമാഅത്തുകാരോ തബ്ലീഗുകാരോ ഖാദിയാനികളോ വിഘടിതരോ ആലുവക്കാരോ നൂരിശക്കാരോ മറ്റേത് തരീഖത്തുകളോ മറ്റോ എന്തോ ആവട്ടെ, അവർക്കെല്ലാവർക്കും തന്നെ വളരെ വിശാലമായി ചോദിക്കുവാനും അത് സംബന്ധമായുള്ള ചർച്ചകൾ നടത്തുവാനും ഇൻഷാ അല്ലാഹ് വളരെ വിശാലമായ, ഇത്ര ടൈം എന്നൊന്നും പിന്നെ കണക്കാക്കാതെ നാം ഒരു പരിപാടി നാളെ വെക്കുന്നുണ്ട്. നാളത്തെ പരിപാടിയുടെ പ്രത്യേകത, നാം സാധാരണ ഇപ്പോൾ ഇന്ത്യൻ ടൈം 11:30 മണിക്ക് തുടങ്ങി 1:30 മണിക്ക്, ഇന്ത്യൻ ടൈം 1:30 മണിക്ക് നിർത്തുക എന്നതാണ് നമ്മുടെ ആദർശ പഠന ക്ലാസിന്റെ പൊതുവെയുള്ള ഷെഡ്യൂള്. നാളെ വിഷയാവതരണം ഉണ്ടാവുകയില്ല. വിഷയാവതരണത്തിന്റെ സമയം കൂടി നമുക്ക് ഇങ്ങനെയുള്ള ചർച്ചകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം 1:30ക്ക് നിർത്തുക എന്നുള്ളതുമില്ല. ഇൻഷാ അല്ലാഹ് എത്ര സമയമാണോ നമുക്ക് ചർച്ച നീട്ടിക്കൊണ്ടു പോകേണ്ടത് അത്രയും സമയം, അത് സുബ്ഹി വരെയാണെങ്കിൽ സുബ്ഹി വരെ, ആ രൂപത്തിൽ തന്നെ എല്ലാ വിഷയങ്ങളും എല്ലാ സംഗതികളും
ആരൊക്കെ ഏതൊക്കെ പാർട്ടികളെ കുറിച്ച് എന്ന് ചോദിക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞു സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഏതൊരു ആശയത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണോ പ്രവർത്തിക്കുന്നത് ആ ആശയത്തിനോട് യോജിക്കാത്ത ആരൊക്കെയുണ്ടോ അവർക്ക് മുഴുവനും, അവർ ഖാദിയാനികളാവാം, അതല്ലെങ്കിൽ ചേകനൂരികളാവാം, അതുപോലെ തന്നെ മുജാഹിദുകളോ ജമാഅത്തുകാരോ തബ്ലീഗുകാരോ മറ്റു തരീഖത്തുകാരോ മറ്റാരുമാവാം, ഏത് വിഭാഗമാണെങ്കിലും ആരുമായിക്കൊണ്ട് ആർക്കെല്ലാം അവസരം എന്നുള്ളത് പ്രത്യേകം ചോദിക്കേണ്ടതില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഏതൊരാശയത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നോ ആ ആശയത്തിനോട് യോജിക്കാത്ത ആരെല്ലാമുണ്ടോ അവരെല്ലാവരും, അവർക്ക് ഏത് വിഷയങ്ങളും സംഘടനാപരമായ വിഷയങ്ങളാണെങ്കിലും ആശയ സംബന്ധമായ വിഷയങ്ങളാണെങ്കിലും ഇനി പ്രത്യേകം വിഘടിത വിഭാഗത്തിന് കള്ളമുടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും ഏത് കാര്യങ്ങളാണെങ്കിലും ഇൻഷാ അല്ലാഹ് തുറന്ന് നമുക്ക് സംസാരിക്കാം. എ പി വിഭാഗത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ നടക്കുന്ന കള്ളമുടി, ആ കള്ളമുടിയെ താങ്ങിക്കൊണ്ട് മറ്റാരൊക്കെ ഒന്ന് പ്രസംഗിക്കുകയും അവർക്ക് താങ്ങായിക്കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന മറ്റേതൊക്കെ വിഭാഗങ്ങൾ എല്ലാവർക്കും ആശയ സംബന്ധമായി അത് ഇൻഷാ അല്ലാഹ് ഇന്നത്തേതുപോലെ 1:30 മണിയായതുകൊണ്ട് നിർത്തുമെന്നൊരു സംസാരമൊന്നും നാളെ ഉണ്ടാവുകയില്ല. ഇന്ന് നമ്മുടെ ഷെഡ്യൂൾ അനുസരിച്ച് നിർത്തേണ്ടതുണ്ട്. അഡ്മിന്മാരുടെ അഭിപ്രായം അങ്ങനെ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു. ഏതായിരുന്നാലും പിന്നെ ഇനി നീട്ടിക്കൊണ്ടുപോകുന്നതിൽ നമുക്ക് പ്രയാസമുണ്ട്. ഇൻഷാ അല്ലാഹ് അഭിപ്രായപ്രകാരം ചെയ്യാം. ഒരിക്കലും ഒന്നുകൂടി ഉണർത്തട്ടെ, ഇത് ആലുവ തരീഖത്തിന്റെ ചോദിക്കേണ്ടതില്ല. നമ്മുടെ നിശ്ചയിച്ച ടൈം ആകുമ്പോൾ നമുക്ക് നിർത്തേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും. ഇൻഷാ അല്ലാഹ് ഇനി അഡ്മിന്മാരുടെ കാര്യം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം.